ലോകപ്രശസ്തനായ ഫ്രഞ്ച് എഴുത്തുകാരൻ ആന്ദ്രേ മൾറോ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ, ഫ്രഞ്ചിലാണ് ആ പുസ്തകം, ലാ കണ്ടീഷൻ ഹ്യൂമെയിൻ എന്ന് പറയും. മനുഷ്യൻ്റെ വിധി എന്നാണ് അതിൻ്റെ മലയാളം. ആ പുസ്തകം ആരംഭിക്കുന്നത്, നിങ്ങൾക്കൊരു മനുഷ്യനെ നിർമ്മിക്കാൻ 9 മാസം വേണം, പക്ഷേ അയാളെ ഇല്ലാതാക്കാൻ ഒറ്റ ദിവസം മതി, ഒരു നിമിഷം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ പുസ്തകം എഴുതി അവസാനിപ്പിക്കുന്ന പുറത്തിൽ ആന്ദ്രേ മൾറോ പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെയല്ല, നിങ്ങൾക്കൊരു മനുഷ്യനെ നിർമ്മിക്കാൻ 9 മാസം പോരാ, മിനിമം 50 വർഷങ്ങളെങ്കിലും വേണം. ത്യാഗത്തിൻ്റെ 50 വർഷം, സഹനത്തിൻ്റെ 50 വർഷം, ആത്മാർപ്പണത്തിൻ്റെ 50 വർഷം, അങ്ങനെ പലതിൻ്റെയും 50 വർഷങ്ങൾ ചേരുമ്പോഴാണ് നിങ്ങൾ 9 മാസം കൊണ്ടുണ്ടാക്കിയ ഒരു ജീവി മനുഷ്യനായി മാറുന്നത് എന്ന്. മലയാളത്തിൽ ഇരുത്തം വരലിനാണ് ഭംഗി എന്ന് പറയും. 50, 40, 30 അങ്ങനെ വർഷങ്ങളുടെ കണക്കിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഇരുത്തം വരലിൻ്റെ ഭംഗിയെക്കുറിച്ചാണ്. അങ്ങനെ മലയാള സിനിമയിൽ ഇരുത്തം വന്ന 2 പേർക്കൊപ്പമാണ്, ഈ ഇൻഡസ്ട്രിയിലെ നെടുന്തൂണുകളായ 2 പേർക്കൊപ്പമാണ് ഇരിക്കുന്നത് എന്നതിൻ്റെ ആനന്ദം ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അഭിമാനത്തോടെ, സന്തോഷത്തോടെ ലിസ്റ്റിൻ സ്റ്റീഫനെയും എം രഞ്ജിത്തിനെയും നിങ്ങളേവരെയും മനോരമ ഹോർത്തൂസിൻ്റെ 2ാമത്തെ സെഷനിലേക്ക്, 2ാമത്തെ പതിപ്പിലേക്ക്, കൊച്ചി പതിപ്പിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. സിനിമ കൊണ്ടാടുന്ന മഹാവിജയങ്ങളെ ടൈറ്റിലിലാണ് ഈ സെഷൻ നമ്മൾ ഇന്ന് ഡിസ്കഷൻ എടുക്കുന്നത്. എം രഞ്ജിത്തിൻ്റെയും ലിസ്റ്റിൻ സ്റ്റീഫൻ്റെയും കരിയറിൻ്റെ ഒരു കൗതുകം എന്ന് പറയുന്നത്, എനിക്ക് തോന്നിയ ഒരു കൗതുകം എന്ന് പറയുന്നത്, 2 കാലത്ത് ഏതാണ്ട് ഒരേ പ്രായത്തിൽ മലയാള സിനിമയിൽ നിർമ്മാതാക്കളായി കടന്നു വന്ന 2 പേരാണ് ഇവർ 2 പേരും. 24ാമത്തെ വയസ്സിലാണ് രഞ്ജിത്തേട്ടൻ മുഖചിത്രം എന്ന സിനിമയുമായി മലയാള സിനിമയിലേക്ക് വരുന്നത്. മുഖചിത്രം എന്ന സിനിമ ചെയ്യുന്നതിനു മുമ്പ് സുരേഷ് ഉണ്ണിത്താൻ എന്ന സംവിധായകൻ, അതിനു മുമ്പ് ചെയ്ത സിനിമകൾ ജയറാം നായകനായ ജാതകം, രാധാമാധവമൊക്കെ പോലെ, അതുപോലെ മുരളി അഭിനയിച്ചൊരു സിനിമ, അങ്ങനെ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സംവിധാന കരിയർ നാം എടുത്ത് പരിശോധിച്ചാൽ അതിലാദ്യം കാണുന്ന പേര് മുഖചിത്രത്തോടെ ജനകീയനായ സംവിധായകൻ എന്നാണ്. സുരക്ഷിതമായി സിനിമയിലേക്ക് കാൽവെക്കണമെന്നായിരിക്കും എപ്പോഴും ഒരു നിർമ്മാതാവ് ആലോചിക്കുക. വിജയത്തിൻ്റെ ഫോർമുല പലപ്പോഴും അതാണ് എന്നതാണ് നമ്മുടെ ശീലം. അങ്ങനെ സുരക്ഷിതമായ കാൽവെപ്പിൻ്റെ ഫോർമുലകൾ അന്വേഷിച്ചായിരുന്നോ രഞ്ജിത്തിനെ പോലെ ഒരാൾ മലയാള സിനിമയിലേക്ക് കടന്നത് എന്ന കൗതുകം അദ്ദേഹം തിരഞ്ഞെടുത്ത സംവിധായകനിലുണ്ട്. അങ്ങനെ താരതമ്യേന വിജയത്താൽ കൊണ്ടാടപ്പെട്ടവർക്കൊപ്പമല്ലാതെ പരാജിതർക്കൊപ്പം ചേർന്ന് നിന്നതിൻ്റെ ഒരു കൗതുകം സത്യത്തിൽ രഞ്ജിത്തിൻ്റെ കരിയറിലും ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ കരിയറിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. 23-ലോ 24-ലോ തന്നെയാണ് 2011-ൽ ലിസ്റ്റിൻ സ്റ്റീഫനും മലയാള സിനിമയിലേക്ക് വരുന്നത്. 2005-ൽ ട്രാഫിക് ചെയ്യുന്നതിന് മുമ്പേ ഹൃദയത്തിൽ സൂക്ഷിക്കാനെന്നൊരു സിനിമ രാജേഷ് പിള്ള സംവിധാനം ചെയ്യുന്നു. അതിലെ പാട്ടുകൾ വലിയ രൂപത്തിൽ ഹിറ്റാവുന്നു. കുഞ്ചാക്കോ ബോബനെ പോലെ ഒരു നായകൻ വരുന്നു. പക്ഷേ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമാവുന്നു. 2005 മുതൽ 2011 വരെയുള്ള 6 വർഷക്കാലം കടുത്ത ഡിപ്രഷനിലൂടെയൊക്കെ കടന്നുപോയതിന് ശേഷമുള്ള രാജേഷ് പിള്ളയുടെ തിരിച്ചുവരവായിരുന്നു ട്രാഫിക് എന്ന സിനിമ. മലയാള സിനിമയിലേക്ക് തൻ്റെ 24ാമത്തെ വയസ്സിൽ ഒരു പുതിയ കാലത്ത് നിർമ്മാതാവായി കടന്നു വരുമ്പോഴും ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ തിരഞ്ഞെടുപ്പ് വിജയം കൊണ്ടാടിയ ഒരു സംവിധായകനെ ആയിരുന്നില്ല, പരാജയത്തിൽ തകർന്നുപോയ രാജേഷ് പിള്ളയെപ്പോലെ ഒരാളെയായിരുന്നു. അപ്പോൾ സിനിമയിലേക്ക് ഏതാണ്ട് ഒരേ പ്രായത്തിൽ കടന്നു വരികയും ഒരേപോലെ തൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ബലത്തിലാണ് സിനിമയുടെ നിൽപ്പ്. പിൽക്കാലത്ത് ഒരാൾ എന്ത് ചെയ്തു എന്നതിലല്ല, തൻ്റെ സിനിമ തൻ്റെ തിരഞ്ഞെടുപ്പാണ് എന്ന ബോധ്യമാണ് സിനിമക്ക് അനിവാര്യമെന്ന്
കാണിച്ചുകൊണ്ട് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന രണ്ടു പേരാണ് ഇവർ രണ്ടുപേരും. പരാജയത്തിൽ നിന്നാണ് നാം പറഞ്ഞു തുടങ്ങുന്നത്. പരാജയപ്പെട്ട കാലങ്ങൾ ഒരു നിർമ്മാതാവ് എന്ന രൂപത്തിൽ രഞ്ജിത്തേട്ടന് തീർച്ചയായും ഉണ്ടായിട്ടുണ്ടാവും. പരാജയപ്പെട്ട സംവിധായകരെ പല കാലങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ്, ആരോട് ചേർന്ന് നിൽക്കാനാണ് ഒരു നിർമ്മാതാവ് എന്ന രൂപത്തിൽ അന്നും ഇന്നും തോന്നിയിട്ടുള്ളത്? എപ്പോഴും ഞാൻ നോക്കിയിട്ടുള്ളതെല്ലാം കഥയാണ്. ശരിക്കും ആദ്യം സിനിമയുടെ ഏറ്റവും മെയിൻ കാര്യം കഥ എന്ന് പറയുന്നതാണ്. കഥ മോശമായ സിനിമകളൊക്കെ എനിക്ക് പരാജയം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കഥ നല്ല കഥയായിരുന്നു ചില സിനിമകളും പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഒരു പരിധി വരെ നമ്മളതിനെ ആശ്രയിക്കുന്നത് കഥയെ തന്നെയാണ്. എല്ലാ സിനിമകളിലും സംവിധായകരെയൊക്കെ പിന്നീട് കണ്ടെത്തിയിട്ടുള്ളതാണ്. കാരണം പലപ്പോഴും പല സംവിധായകരിലൂടെ കഥ വന്നതുണ്ടാകാം. പക്ഷേ എങ്കിലും കൂടുതലും ഒരു കഥ വന്നിട്ട് അതിന് ശേഷം സിനിമ കണ്ടെത്തുകയായിരുന്നു എൻ്റെ ഒരു രീതി. അതാണ് ഇപ്പോഴും തുടരുന്നത്. അക്കാലത്തെ സംബന്ധിച്ചിടത്തോളം സിനിമ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന നിർമ്മാതാവ് മലയാള സിനിമയിലേക്ക് കടന്നു വരുമ്പോഴേക്കും ഒരുപാടേറെ മാറ്റങ്ങൾ മലയാള സിനിമയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് രാജേഷ് പിള്ള എന്ന ചോദ്യം എനിക്ക് എപ്പോഴും ചോദിക്കാൻ തോന്നിയിട്ടുണ്ട്. എന്തായിരുന്നു ആദ്യത്തെ സിനിമ രാജേഷ് പിള്ളയെപ്പോലെ ഒരാളെ ഏൽപ്പിക്കാൻ തോന്നിയത്? ആദ്യമായിട്ട് എല്ലാവരോടും ഒരു നമസ്കാരം പറയുകയാണ്. എനിക്കിങ്ങനൊരു വേദിയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതറിയിച്ചുകൊണ്ടിട്ട് തന്നെ രാജേഷ് പിള്ള എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഫ്ലോപ്പ് കൊടുത്തോ ഹിറ്റ് കൊടുത്തോ എന്നുള്ളതല്ല, അതിൻ്റെ റൈറ്റർ ആയ ബോബി സഞ്ജയാണ് എൻ്റെ അടുത്ത് അങ്ങനെ ഒരു കഥ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനു മുമ്പ് കുറേ അധികം സിനിമകളിലെ കഥയൊക്കെ കേട്ടെങ്കിലും നമുക്ക് സ്ട്രൈക്കാകുന്ന ഒരു കഥയിൽ നമ്മൾ ഒരു ലോക്കാവുമല്ലോ എന്ന് പറയുന്ന പോലെ ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ട്രാഫിക് എന്ന് പറയുന്ന സിനിമ. അങ്ങനെ ആ കഥ ഇഷ്ടപ്പെടുകയും രാജേഷ് പിള്ളയാണ് ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ രാജേഷ് പറഞ്ഞു, ഞാൻ ഈ സിനിമ ഒരുപാട് നിർമ്മാതാക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പരാജിതനായതുകൊണ്ടിട്ട് തന്നെ പലപ്പോഴും ട്രിവാൻഡ്രത്തായിരുന്ന ആളുടെ വീട് കൊച്ചിയിലേക്ക് വരിക പോവുക ഇതൊക്കെ ഒരു ചിലവിൻ്റെ ഭാഗമായി മാറുന്നു. അപ്പോൾ ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണോ എന്ന് ചോദിച്ചു. അന്ന് എനിക്ക് 23 വയസ്സാണ്. ഞാൻ പറഞ്ഞു നമുക്ക് ഏതുണ്ടെങ്കിലും റിസൾട്ട് എന്താണെങ്കിലും ഫേസ് ചെയ്യാന്നുള്ളൊരു പ്രായമാണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു സീരിയസ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ആ പ്രോജക്റ്റ് നടന്നത്. കാരണം ഈ പ്രായത്തിൻ്റെയും കൂടെ ആണെന്ന് തോന്നുന്നു. സഞ്ജയ് ആയിക്കോട്ടെ രാജേഷ് ആയിക്കോട്ടെ അത്ര എന്നെ വിശ്വസിച്ചിട്ടില്ല. ഈ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ സീരിയസ് ആയിട്ടാണോ സിനിമേനെ അപ്രോച്ച് ചെയ്യുന്നത്, സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണോ, അല്ലെങ്കിൽ ഒരു ടൈം പാസ് ആണോ, ഇതിൻ്റെ ഒരു കളറൊക്കെ കണ്ടിട്ട് വന്നതാണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ബുദ്ധിമുട്ടൂടെ ഞാൻ ആ തുടക്കത്ത് സിനിമ നിർമ്മിക്കുമ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിൻ്റെ തുടക്കം മുതലുകൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, തിയേറ്ററിൽ അങ്ങനെ ഒരു സിനിമ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചൊരു സിനിമ എന്നൊക്കെ അന്നിങ്ങനെ പലരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ട്രാഫിക്കിന് മുൻപ് പിൻപ് എന്നൊക്കെയുള്ള രീതിയിൽ പലരുടെ രീതിയിൽ. അപ്പം അങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ ആദ്യം ഒരു ഭയങ്കര ഇനീഷ്യലൊന്നും ഇല്ലായിരുന്നു. ഓഡിയൻസൊക്കെ പതുക്കെയാണ് ആളുകൾ ഇങ്ങനെ പറഞ്ഞ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് അതിങ്ങനെ കയറി ജനങ്ങളിലേക്ക് എത്തുകയും അതൊരു വലിയ ഹിറ്റായിട്ട് മാറുകയും ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയായിട്ട് മാറുകയും അങ്ങനെയാണ് ട്രാഫിക് എന്ന് പറയുന്ന ഒരു സിനിമ വലിയ ഹിറ്റായതുകൊണ്ടിട്ട് അതിനെ എനിക്ക് ബ്രാൻഡ് ചെയ്യാനായിട്ട് പറ്റി, ട്രാഫിക്കിൻ്റെ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് മലയാള സിനിമയിലേക്കുള്ളൊരു ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറുടെ ലോഞ്ച്. ഇപ്പോൾ രാജേഷ് പിള്ള ആയിക്കോട്ടെ, ബോബി സഞ്ജയ് ആയിക്കോട്ടെ, അവരും ഇന്നും ഞാൻ എത്ര സിനിമകൾ എടുക്കുമ്പോഴും എൻ്റെ ഓരോ സിനിമകളിൽ തുടക്കത്തിൽ അവരുടെ പേരുകൾ വെച്ചുകൊണ്ടിട്ടാണ് സിനിമ തന്നെ തുടങ്ങുന്നത്. കാരണം അങ്ങനെ ഒരു സിനിമ തന്നതുകൊണ്ടിട്ടാണ് നമ്മുടെ ഒരു ട്രാവൽ സ്മൂത്താക്കിയത്. നമ്മൾ ചിലപ്പം ഒരുപക്ഷെ കുറേയും കൂടെ സിനിമയിൽ നിൽക്കുമായിരിക്കാം, പക്ഷേ ആ സ്ട്രഗിൾ ചെയ്ത് എപ്പോഴും നമുക്കൊരു തുടക്കം ഗംഭീരമാകുമ്പോൾ നമുക്കൊന്നും കൂടി ഒരു ആത്മവിശ്വാസം കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു നല്ലൊരു തുടക്കം കിട്ടി. അങ്ങനെയാണ് സിനിമയിലെത്തിയത്. എപ്പോഴും ഒരു സിനിമ വലിയ വിജയമൊക്കെ ആവുമ്പോൾ അതിൻ്റെ കോൺഫിഡൻസിൽ നിന്ന് തുടർച്ചയായി നിർമ്മാതാക്കൾ പടം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പരാജയപ്പെട്ടവർ അല്പം ഒന്ന് പിൻവാങ്ങി കരുതലോടെ പിന്നീടൊരു ഘട്ടത്തിന് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ രഞ്ജിത്തേട്ടൻ്റെ സിനിമകളുടെ ഒരു ഗ്രാഫ് നമ്മളെടുത്ത് പരിശോധിച്ചാൽ വലിയ വിജയങ്ങൾക്ക് ശേഷവും വലിയ ഗ്യാപ്പുകൾ നിർമ്മാണക്കാർ, ഇപ്പോൾ ചിന്താമണി കൊലക്കേസ് വലിയ വിജയമാവുന്നു, പക്ഷേ എൽസമ്മയിലേക്ക് എത്താൻ
വർഷങ്ങൾ എടുക്കുന്നുണ്ട്. ടു കൺട്രീസും കൂടെയും പോലെയുള്ള സിനിമകൾ പല രൂപത്തിൽ ശ്രദ്ധേയമാവുമ്പോഴും ഒരു വിടവിന് ശേഷമാണ്, വർഷങ്ങൾക്ക് ശേഷമാണ് തുടരും പോലെ ഒരു സിനിമ വരുന്നത്. പരാജയപ്പെട്ട ഒരാളുടെ കരിയറിലെ വിടവ് നമുക്ക് മനസ്സിലാവും. പക്ഷേ വിജയിച്ച് നിൽക്കുമ്പോഴും എന്തിനാണ് ഈ ഒരു ഗ്യാപ്പ് എടുക്കുന്നത് എന്നൊരു കൗതുകം സത്യത്തിൽ ഉണ്ടാവാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു പ്രേക്ഷകൻ്റെ മനസ്സാണ് എൻ്റെ. കാര്യം ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് സാധാരണ ഒരു ഫാമിലി ഒരു സിനിമ കാണാൻ വരുമ്പോൾ അദ്ദേഹം തരുന്ന ഒരു 100 രൂപ അല്ലെങ്കിൽ 150 രൂപ എന്ന് പറയുന്നത് പറ്റിച്ചു എന്നൊരു തോന്നലുണ്ടാകാത്ത വിധം എത്രമാത്രം സിനിമ നന്നാക്കാൻ പറ്റും എന്നുള്ളതിന് വേണ്ടി ഒരുപാട് ഡിസ്കഷനും പ്രീ പ്രൊഡക്ഷനും ഒക്കെ നടത്താൻ വേണ്ടിയുള്ള ഒരു സമയമാണ് കൂടുതലും സംഭവിക്കാറ്. പലപ്പോഴും പല സിനിമകളും പല രീതിയിലും പല ഡ്രാഫ്റ്റും, ഇപ്പോൾ നിങ്ങൾ കാണുന്ന തുടരും എന്ന് പറയുന്ന സിനിമ തന്നെ 23ാമത്തെ ഡ്രാഫ്റ്റാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. 23 പ്രാവശ്യം ആ സിനിമയുടെ തിരക്കഥ എഴുതി പല പ്രാവശ്യമായിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു ടൈം എടുക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ഇപ്പോൾ സിനിമ ശ്രീനേട്ടൻ പറഞ്ഞ പോലെ സിനിമകളുടെ എണ്ണം കൂടിയതുകൊണ്ട് നമുക്കൊരു വാല്യൂ ഉണ്ടാകാറില്ല. സിനിമ കണ്ടവർ നമ്മളെ കാണുമ്പോൾ നമ്മുടെ സിനിമകൾ ഇഷ്ടപ്പെട്ട സിനിമകളാണെങ്കിൽ മാത്രമേ നമ്മളോട് സ്നേഹം കാണിക്കാറുള്ളൂ. ഒരു മോശം സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മളെ കാണുമ്പോൾ പലപ്പോഴും ആരും ചിരിക്കാതെ പോലും പോകുന്ന, സുഹൃത്തുക്കളില്ലാത്തവർ ചിരിക്കാതെ പോകുന്ന സമയവും ഉണ്ടാകാം. പക്ഷേ എപ്പോഴും നല്ല സിനിമകൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. എല്ലാം നല്ല സിനിമകളാണെന്ന് ഞാൻ പറയുന്നില്ല. പലപ്പോഴും പരാജയപ്പെട്ട സിനിമകൾ എടുത്തിട്ടുണ്ട്. പരാജയപ്പെട്ട് ഇവിടുന്ന് ഇൻഡസ്ട്രി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. അത്രമാത്രം കടവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഒരു പ്രതീക്ഷയോടുകൂടി നല്ല സിനിമ ഉണ്ടാക്കണം, നല്ല സിനിമയോടുകൂടി തിരിച്ചു വരണമെന്നുള്ള ഒരാഗ്രഹത്തോടുകൂടി മാത്രമേ ഞാൻ സിനിമയെ സമീപിച്ചിട്ടുള്ളൂ. അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗ്യാപ്പാണ് ഈ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ. അത് ഇനി ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ തുടരും എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം ആകാറാകുന്നു. അത് ഷൂട്ട് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ ആകുമ്പോൾ 2 വർഷമാകുന്നു. ശരിക്കും ഇതുവരെ ഒരു നല്ല കഥയിലേക്ക് എത്തിച്ചേരാൻ ഇതുവരെയും നമുക്ക് സാധിച്ചിട്ടില്ല. ഞാനൊരു 50ഓളം കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം നല്ല കഥകളില്ലാന്നല്ല, നമുക്ക് അത്രമാത്രം ഒരു കോൺഫിഡൻസ് തോന്നിയ കഥകൾ വരുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ മലയാളത്തിൻ്റെ ദാരിദ്ര്യവും അതുതന്നെയാണ്. നല്ല കഥകൾ തിരഞ്ഞെടുക്കുക എന്ന് പറയാൻ നല്ല എഴുത്തുകാരും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണ്. നേരെ മറിച്ച് മാജിക് ഫ്രെയിംസിലേക്ക് വരുമ്പോൾ ട്രാഫിക് കഴിഞ്ഞ് ചാപ്പാക്കുരിശ് സംഭവിക്കുന്നു, ഉസ്താദ് ഹോട്ടൽ സംഭവിക്കുന്നു. പിന്നീട് ഇങ്ങോട്ടേക്ക് മാജിക് ഫ്രെയിംസ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഓരോ വർഷവും 4-5 സിനിമകൾ. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലിസിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന 4-5 സിനിമകൾ ഒരേ സമയത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ ധീരത ആവശ്യമുള്ള ഒന്നുകൂടിയാണ് സിനിമാ നിർമ്മാണം എന്ന് പറയുന്നത്. അത്ര ധൈര്യം ഉണ്ടോ സത്യത്തിൽ ലിസിൻ സ്റ്റീഫന്? 4-5 സിനിമകൾ ഏറ്റെടുക്കാൻ മാത്രം സുരക്ഷിതമാണ് ഈ ഇൻഡസ്ട്രി എന്ന തോന്നൽ എന്ന് മുതലാണ് ആരംഭിച്ചത്? അങ്ങനെയല്ല, അത് എനിക്ക് ഞാൻ പറയാം, ഓരോരുത്തരുടെ ഒരു ടേസ്റ്റും ഓരോരുത്തരുടെ രീതിയും ഓരോരുത്തരുടെ കാഴ്ചപ്പാടുമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്കതൊരു ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ചിലവർ പറയും അവനെന്തോ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഒരു നോർമലായിട്ട് ചിന്തിച്ചു പോകുന്നവൻ കുറച്ചും കൂടെ കാഴ്ചപ്പാടിൽ ഇപ്പം നമുക്ക് ഓരോ ഓഫീസിലും ഒക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ കണക്കൊക്കെ നോക്കിയിട്ടൊക്കെ. അപ്പോൾ അവരവരെ പറഞ്ഞു തരും ഇന്ന പോലെ നീങ്ങണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അത് എത്തിച്ചേരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ഇപ്പോൾ ഒരു സിനിമ, ഇപ്പോൾ രഞ്ജിത്തേട്ടനൊക്കെ വളരെ കാൽക്കുലേറ്റീവായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ കൂടെ ത്രൂ ഔട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡിസിപ്ലിൻ ഫോളോ ചെയ്തിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഡിസിപ്ലിൻ ഫോളോ ചെയ്തില്ലെന്നല്ല, നമ്മൾ കുറച്ചും കൂടെ റിസ്ക് എടുക്കുകയും കുറച്ചും കൂടെ വൈഡായിട്ട് കാണും. അത് സംഭവിച്ചാൽ ഇനി റോങ് ആയിട്ട് സംഭവിച്ചാൽ അതിനെ നമ്മൾ ഫേസ് ചെയ്യുമോ എന്നുള്ളൊരു മനോഭാവമാണ് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെയാണ് ഇപ്പം ഞാൻ 4-5 സിനിമകൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതും. ഇപ്പോൾ തമിഴിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോഴും ഞാൻ 3-4 സിനിമ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് പറ്റി. ഇപ്പോൾ തിയേറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തിയേറ്റർ തന്നെ എനിക്കൊരു 6-7 സ്ഥലത്ത് തിയേറ്റർ പുതിയത് പണിതുകൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് എല്ലാം ഒരു ത്രില്ലായിട്ട് കാണുന്നതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ലൈഫിൽ തോൽക്കാം,
നെഗറ്റീവ് സംഭവിക്കാം. പക്ഷേ അത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മളതിനെ ഫേസ് ചെയ്യും. നമുക്ക് അതും ഒരു പാഠമാണ്, അനുഭവമാണ്. അതിലൂടെ നമുക്ക് കൂടുതൽ വീണ്ടും വളരാൻ പറ്റുമെന്നുള്ള തോന്നൽ മാത്രമാണ്. അതിനെയാണ് ഞാൻ മുന്നിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് അതെനിക്കൊരു വലിയ പ്രശ്നമല്ല. ഞാൻ തോൽവികളും ജയങ്ങളൊക്കെ ഒരുപാട് ഈ പ്രായത്തിന് ഇടയ്ക്ക് തന്നെ ഇങ്ങനെ ECG പോലെയാണ്, ഇങ്ങനെ കയറ്റിറക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്കതൊരു വലിയ ഒരു വിഷയമല്ല. ഇപ്പോൾ എൻ്റെ അനിയനോട് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു ബ്രദറുണ്ട്, അപ്പോൾ എൻ്റെ അനിയനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവന് ടെൻഷനാണ്. അപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും ആൾക്ക് ടെൻഷനാണ്. അപ്പോൾ ആളോട് അത് പറഞ്ഞിട്ട് ഇപ്പം ഇവൻ കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളുടെ നിന്ന് പോയി ഒരു പൈസ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ ആക്ച്വലി നമ്മൾ ചിലപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ വെയിറ്റിംഗ് ഒക്കെ പുള്ളിക്ക് അതൊരു വലിയ ഒരു ഫീലാണ്. അപ്പോൾ ചെന്ന് കഴിയുമ്പോഴേ അങ്ങനെയൊക്കെ കാണിക്കുന്നതോ അല്ലെങ്കിൽ ആ പുള്ളിക്ക് അന്നേരം എടുത്തു തരാൻ മേലെ എന്നൊക്കെ ആൾക്ക് തോന്നും. നമ്മൾക്ക് നമ്മുടെ ഒരു കാര്യം ചിലപ്പോൾ നടക്കണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അവർ പറയും ചിലപ്പോൾ ഒരു ഒട്ടും കൊള്ളത്തില്ലാത്ത കാര്യങ്ങളൊക്കെ, ബുൾഷിറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും. അപ്പോൾ അവരൊക്കെ നമ്മൾ ചിലപ്പോൾ ചിരിച്ചു കൊടുക്കേണ്ടി വരും, കേൾക്കേണ്ടി വരും. അതൊക്കെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താലേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ കുറേ വൈഡായിട്ട് ചിന്തിച്ചാലേ ഉള്ളൂ നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ 5 സിനിമകൾ ഇറങ്ങുമ്പോൾ ഈ 5-ൽ 3 ചിലപ്പോൾ പരാജയപ്പെടുമായിരിക്കും, 2 ആയിരിക്കും ചിലപ്പോൾ അതിൽ വിജയിക്കുന്നത്. ചിലപ്പോൾ 5ഉം വിജയിക്കാം, ചിലപ്പോൾ അതിൽ ഒരു 4 ഫ്ലോപ്പ് ആവാം, 1 വിജയിക്കാം. പക്ഷേ അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എങ്ങനെയാണ് വാട്ട് നെക്സ്റ്റ് എന്നൂടെ നോക്കിയിട്ടിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു ഹരമാണ്. അപ്പോൾ എന്താ പറയുക, അവനതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അവനെങ്ങനെ ഇത് ചെയ്യുന്നത്, ഇതൊക്കെ മറ്റുള്ളവർ സംസാരിക്കണം എന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നേക്കാൾ വിദ്യാഭ്യാസവും വിവരമുള്ളവൻ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അവനിത് ചെയ്യാൻ പറ്റാതെ, അവനേക്കാളും വിദ്യാഭ്യാസക്കുറവും വിവരവും കുറവുള്ള ഞാൻ ഇതൊക്കെ ചെയ്യുമ്പം അവനെന്ത് ചിന്തിക്കും എന്നുള്ള അങ്ങനത്തെയൊക്കെ ഒരു ചെറിയ ഡിഫറൻ്റ് തോട്ടാണ് എൻ്റെ. അപ്പോൾ അതുകൊണ്ടിട്ട് ചിലപ്പോൾ ഇത് നല്ല എക്സാമ്പിളാവും, ചിലപ്പോൾ ഇത് എക്സാമ്പിളായിട്ട് എടുക്കാനേ കൊള്ളത്തില്ല. അപ്പം 5 സിനിമ ഒരുമിച്ച് ചെയ്യാവോ, അതെ 1 by 1 ആയിട്ട് ചെയ്യണോ, ഇതൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ആൻസർ ഇല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിങ്ങനെ ചെയ്യൂ. ഒരു കാര്യം കൂടെ ഉണ്ടൊരു വ്യത്യാസം. ഞാൻ 35 വർഷം കൊണ്ട് 14 സിനിമ ചെയ്തിട്ടുള്ളൂ. ലിസ്റ്റിൻ 14 വർഷം കൊണ്ട് 35 സിനിമ ചെയ്തു. അതാണ് വ്യത്യാസം. ഈ ഫ്ലോപ്പിനെ കുറിച്ച് ലിസ്റ്റിൻ പറഞ്ഞപ്പോൾ ഫ്ലോപ്പിനെ കുറിച്ച് രഞ്ജിത്തേട്ടൻ പറഞ്ഞൊരു പ്രയോഗം ഞാനൊരിക്കൽ കേട്ടിട്ടുണ്ട്. അത് പരാജയപ്പെട്ടു പോയ ഒരു നിർമ്മാതാവിനെ സിനിമയുടെ പൂജയ്ക്ക് പോലും വിളിക്കാത്ത അവസ്ഥ മലയാള സിനിമയിലുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ സിനിമയ്ക്ക് ഇപ്പോൾ പൂജ ചെയ്യാറില്ല എന്നൊരു കമൻറ്റ് രഞ്ജിത്തേട്ടൻ ഒരിക്കൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ല, പൂജ ചെയ്യും. പൂജ ചെയ്യുന്നത് വെച്ചാൽ അത് സത്യസന്ധമായി പറയാണ്. ഞാനൊരു 91 ആദ്യത്തെ സിനിമ മുഖചിത്രം. 92 മുഖമുദ്ര ഹിറ്റായിരുന്നു, മുഖചിത്രം ഹിറ്റായിരുന്നു. അതിനുശേഷം പൊന്നാരൻ തോട്ടത്തെ രാജാവ് എന്ന് പറയുന്ന സിനിമ വന്നപ്പം അന്നൊക്കെയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ റൈറ്റ്സ് ഒന്നുമില്ല, ഈ തിയേറ്ററിൽ വരുന്ന കളക്ഷൻ മാത്രമേ സിനിമയ്ക്കുള്ളൂ. അപ്പോൾ അന്ന് ദൂരദർശൻ തുടങ്ങിയ സമയമായതുകൊണ്ട് 1 ലക്ഷം രൂപ ദൂരദർശൻ തരുന്നൊരു സമയമാണ്, അത്രയേ ഉള്ളൂ. ഓഡിയോ എന്ന് പറയുന്നത് അന്ന് തരംഗിണി കാസറ്റ്സ് ഉള്ള സമയമാണ്. ദാസേട്ടൻ പാടണമെങ്കിൽ കാസറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കണം, അപ്പോൾ അതും കാശില്ല. അപ്പോൾ ചിലവാക്കുന്ന കാശ് മുഴുവൻ തിയേറ്ററിൽ നിന്ന് കിട്ടേണ്ട അവസ്ഥ വന്നപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ വലിയ പരാജയത്തിലേക്ക് പോയി. കാരണം ആ ഒരു സിനിമ ഫ്ലോപ്പായപ്പോൾ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അതുകൂടാതെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരുന്ന നാരായം എന്ന് പറയുന്ന സിനിമ, അത് നാഷണൽ അവാർഡൊക്കെ കിട്ടിയതാണ്, അതും വലിയ ഫ്ലോപ്പായി. അപ്പോൾ ചെറിയ പ്രായത്തിൽ ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. ഞാൻ പറഞ്ഞ സത്യമാണ്. പിന്നീട് ഒരു ചെറിയ കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളെല്ലാം അന്ന് സിനിമകൾ എടുക്കുന്നുണ്ട്. അന്ന് എല്ലാ സിനിമയ്ക്കും പൂജയുണ്ട്. ആ പൂജയ്ക്ക് ഈ ലക്ക് നോക്കും. അപ്പോൾ ഫ്ലോപ്പായ ഒരാളെ വിളിച്ചാൽ ആ സിനിമയ്ക്ക് എന്തെങ്കിലും പരാജയപ്പെടുമോ, അല്ലെങ്കിൽ വിളിച്ചാൽ വിളക്ക് കൊളുത്തേണ്ടി വരുമോ എന്ന് വെച്ച് നമ്മളെ തലേ ദിവസം കണ്ടാൽ പോലും വിളിക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നീട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ സിനിമ തുടങ്ങുന്ന ദിവസം ഞാൻ തന്നെ അമ്പലത്തിൽ പോവും, ഞാൻ തന്നെ അല്ലെങ്കിൽ കുടുംബവും പോയിട്ട് നമ്മൾ തന്നെ വിളക്ക് കൊളുത്തും. കാരണം ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പഠിച്ചതാണ്. എനിക്ക് അപ്പോൾ തോന്നിയൊരു വിഷമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഉയർച്ചകളും വലിയ ഹിറ്റുകളും ഒക്കെ ഉണ്ടായപ്പോഴും ഞാൻ തുടർന്നത് അതുതന്നെയാണ്. കാരണം എനിക്ക് പരാജയപ്പെട്ടവൻ്റെ മനസ്സറിയാം, പരാജയപ്പെട്ടവൻ്റെ വേദന അറിയാം,
പരാജയപ്പെടുമ്പോൾ നമ്മൾക്ക് എത്രമാത്രം സപ്പോർട്ട് കിട്ടുമെന്നറിയാം. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പഠിച്ച ഒരു കാര്യമാണ്, അത് സത്യസന്ധമായി പറയാണ്, അതിൻ്റെ വിഷമം അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അറിയാവുള്ളൂ. കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊരു കാര്യമാണ്. കാരണം എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ എല്ലാ സ്ഥലങ്ങളും, എൻ്റെ ഒട്ടുമുക്കാലും കാർ ഉൾപ്പെടെ എല്ലാം വിറ്റുപോയ ഒരാളാണ് ഞാൻ. അതിനുശേഷം വളരെ സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടി സിനിമ ഇൻഡസ്ട്രിയിൽ തിരിച്ചു വന്ന് ഹിറ്റുകൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാതെ ഞാൻ എൻ്റെ സിനിമ ഒരു കൊച്ചു തുടക്കമായി തുടരും. സിനിമയുടെ പൂജ തന്നെ കണ്ടാലറിയാം, അവിടെ ആരും ഉണ്ടാവില്ല, ആ സിനിമയുടെ ആളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ ഞാൻ അങ്ങനെ നോക്കുന്ന ഒരാളാണ്. അത് എൻ്റെ ഒരു മാനസിക പ്രശ്നമാണ്, അത് ഇപ്പോഴും തുടരുന്നു. ഈ റിസ്കുകൾ എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മലയാളത്തിൽ പലപ്പോഴും നാം വിജയിച്ച് കണ്ടിട്ടില്ലാത്ത പല ഫോർമാറ്റുകളുമുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് ഹ്യൂമർ മലയാള പടങ്ങളിൽ അങ്ങനെ വിജയിച്ച് കണ്ട ഒരു ചരിത്രം നമുക്ക് വളരെ അപൂർവമാണ്. പലപ്പോഴും ലിജോ ജോസ് പെല്ലിശ്ശേരിയൊക്കെ പോലെയുള്ള സംവിധായകർ വലിയ താരങ്ങളെ വെച്ച് പരീക്ഷിച്ചിട്ട് പോലും അത്തരം സിനിമകൾ മലയാളത്തിൽ വിജയിച്ച് കണ്ടിട്ടില്ല. ആ സമയത്താണ് എക്സ്ട്രാ ഡീസൻ്റ് പോലെ ഒരു സിനിമ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ മൂൺ വാക്ക് പോലെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഒരു പണം മുടക്കുന്ന ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പരീക്ഷണമാണ് എന്ന് തോന്നിയിട്ടും അത് ഏറ്റെടുക്കുന്ന സമയത്തുള്ള മാനസികാവസ്ഥ എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഒരു വ്യക്തമായ ഫോർമാറ്റ് ഇല്ല. ആക്ച്വലി എല്ലാ ടൈപ്പ് സിനിമകളും മലയാളത്തിൽ ഓടും, ഇന്ന ജോണറെ ഓടുള്ളൂ ഇല്ല. ഇപ്പോൾ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ ആ കോപ്പി അടിച്ച് ഇപ്പോൾ ഒരേ ഫോർമാറ്റിൽ ആണല്ലോ. ഇപ്പോൾ ഒരു തമാശ സിനിമ വന്നു കഴിഞ്ഞാൽ കുറേ തമാശ സിനിമകൾ അങ്ങോട്ട് വരും. ത്രില്ലർ സിനിമ വന്നു കഴിഞ്ഞാൽ കുറേ സിനിമകൾ വരും. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചിന്തിക്കുമ്പോഴാണ് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ഉണ്ടാകുക. ഈ പണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ പഠിക്കാനായിട്ട് പുറകോട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഈ പഠിക്കുന്ന ആളോട് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ബ്രാക്കറ്റിൽ നിന്ന് ഇങ്ങനെ 3 എടുത്ത് 3 കാണും അതിൻ്റെ ഉത്തരം. അപ്പം ആ മാർക്കെങ്കിലും നമുക്ക് കിട്ടിയാൽ മതി, പിന്നെ അതായത് ചേരുമ്പടി ചേർക്കുക, ഈ മാർക്കുകളൊക്കെ കിട്ടിയാൽ മതി എന്നുള്ള തോന്നലാണ് അന്നേ മുഴുവൻ മാർക്ക് എനിക്ക് വേണ്ട. അപ്പം എനിക്ക് കോപ്പി അടിക്കേണ്ട, ഒന്ന് പറഞ്ഞു തന്നാൽ മതി. അപ്പം ഈ പണി അറിയാവുന്ന ആൾക്ക് എപ്പോഴും എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഉത്തരം എഴുതുന്നതിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പം ഞാനിങ്ങനെ ഈ ഗ്യാപ്പിലൊക്കെ അവനോട് ചോദിക്കും, ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ്, ബ്രാക്കറ്റിൽ 3 കാണും, അതിലവൻ പറഞ്ഞു തന്നാൽ മതി. ചിലപ്പോൾ രണ്ടാമത്തെ എത്രയായിരിക്കും. അപ്പോൾ അവൻ്റെ ഗ്യാപ്പ്, അവൻ ഈ എഴുതിക്കൊണ്ടിരിക്കുക, എപ്പോൾ നോക്കുമ്പോഴും നമ്മളിങ്ങനെ എഴുതിക്കൊണ്ട് ആ ഗ്യാപ്പ് നോക്കിയാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഈ 2-3 ഞാനിങ്ങനെ അടുപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു 4ാമത്തെ 5ാമത്തെ 6ാമത്തെ 7ാമത്തെ 8ാമത്തെ ഒക്കെ ഉത്തരം എത്രയാണെന്ന് എന്നോട് ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ചു. അപ്പം അവന് ഞാനതൊരു ഡിസ്റ്റർബൻസായി. പഠിക്കുന്നവനെ സംബന്ധിച്ച് പഠിക്കാത്തവനൊരു ഡിസ്റ്റർബൻസാണ്. എന്ന് പറഞ്ഞാൽ കോപ്പിയടി എന്ന് പറയുന്നൊരു സാധനം എപ്പോഴും നമ്മൾ ശ്രമിച്ചാൽ പോലും ഇപ്പോൾ ഇത് നടക്കത്തില്ല. അതുതന്നെയാണ് സിനിമയിൽ ഒരിക്കലും ഒരു കോപ്പിയടിയോ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റോ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് തോന്നുവാണ്. ഇപ്പം ഞാൻ ഭയങ്കര ആയിട്ടിരിക്കുന്നൊരു സമയത്ത് ഒരു സ്ക്രിപ്റ്റ് കേൾക്കുകയാണെങ്കിൽ എത്ര നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിലും ചിലപ്പോൾ അത് നോ പറയാനായിട്ട് തോന്നും. ഞാൻ പറയട്ടെ, ജീവിതത്തിലെ സിനിമ എന്നല്ല, എല്ലാ കാര്യങ്ങളും ഭാഗ്യവും ലക്കുമാണ്. അല്ലാണ്ട് ഞാനൊക്കെ ഇത്രയും സിനിമ നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ട് നീ നിനക്ക് ചുണയുണ്ടെങ്കിൽ ഒരു ഓടുന്ന സിനിമ എടുത്ത് കാണിക്കാൻ പറഞ്ഞാൽ സത്യമായിട്ടും എനിക്ക് ഓടുന്ന സിനിമ എടുത്ത് കാട്ടാൻ അറിയത്തില്ല. ഇതെല്ലാം ആ വരുന്ന വഴിക്ക് ഒരു എസ് പറയുന്നു. ഇപ്പം നമ്മളിപ്പം ചില അപകടം ഉണ്ടാകുന്നു, ബസ്സിലൊക്കെ പോകുമ്പോൾ ഒരു ബസ് കാട്ടിയിട്ടിട്ട് നിർത്തിയില്ല, നമ്മൾ ആ ബസ്സിനെ ചിലപ്പോൾ തെറി പറയും, അവൻ നിർത്തിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. 2ാമത്തെ ബസ് നിർത്തിയില്ല, 3ാമത്തെ ഒരു ബൈക്കുകാരനാണ് നിർത്തിയിരിക്കുന്നത്. നമ്മൾ ആ ബൈക്കിൽ കയറി പോകുമ്പോഴായിരിക്കും ആദ്യത്തെ പോകുന്ന ബസ്സിൽ പോയവരെല്ലാം അപകടത്തിൽപ്പെട്ടതായിട്ട് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതേ നമ്മൾ തന്നെ മനസ്സിൽ വേറൊന്ന് വിചാരിച്ചിട്ട് എത്ര ഭാഗ്യമാണ് ഞാൻ ഈ ബൈക്കുകാരൻ്റെ കൂടെ പോകുന്നത്, അല്ലെങ്കിൽ അപ്പം ഇതുപോലെയാണ് ലൈഫും സിനിമകളും എല്ലാം. നമ്മൾ വരുന്നത് വരട്ടെ, വഴിക്ക് വെച്ച് നമ്മൾ കാണും, മീറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ലൈഫ്, ദാറ്റ് ഈസ് സിനിമ. പരീക്ഷണത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് വലിയ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വലിയ താരങ്ങൾ അവരുടെ കൈവെള്ളയിലാണ് എന്നൊക്കെ സിനിമയെ നോക്കിക്കാണുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്തും ഇടുക്കി ഗോൾഡ് പോലെയുള്ളൊരു സിനിമ രജപുത്രയുടെ ബാനറിൽ വന്നിട്ടുണ്ട്. വലിയ താരങ്ങളോ അല്ലെങ്കിൽ ഒരുപക്ഷെ യുവതാരങ്ങളോ ഒക്കെ മലയാള സിനിമയിൽ സ്ഥിരമായി സിനിമകളുടെ ഭാഗമായി വന്നിട്ടുണ്ട്. ഇതിന്
ഇടയിലിരിക്കുന്ന ഒരു കാറ്റഗറി ഇപ്പോൾ ക്യാരക്ടർ ആർട്ടിസ്റ്റുകളൊക്കെയായി മാറിയ രവീന്ദ്രനെയൊക്കെ പോലെയുള്ള ആളുകളെയൊക്കെ വെച്ചുകൊണ്ടാണ് ഇടുക്കി ഗോൾഡ് പോലെയുള്ളൊരു സിനിമ കൊണ്ടുവരുന്നത്. അതുപോലെ അങ്ങേയറ്റം വിവാദമുണ്ടാക്കിയ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പോലെയുള്ളൊരു സിനിമ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. സിനിമ പിന്നീട് വലിയ ശ്രദ്ധ നേടുന്നു, നിരൂപക പ്രശംസ നേടുന്നു. മുരളി ഗോപിയെ പോലെയുള്ള ഒരു റൈറ്ററുടെ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റായി ആ സിനിമ പിന്നീട് ചിത്രീകരിക്കപ്പെടുന്നു. പക്ഷേ വിലക്കുകൾ കൊണ്ട് പലപ്പോഴും തിയേറ്ററുകളിൽ ആളുകൾക്ക് സിനിമ കാണാൻ കഴിയുന്നില്ല. പലവിധ വിലക്കുകളുള്ള ഇൻഡസ്ട്രി കൂടിയാണ് സത്യത്തിൽ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിൽ പല താരങ്ങൾ നേരിട്ട വിലക്കുകളുണ്ട്. നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ വിലക്കുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വിലക്കുകൾ കൊണ്ട് തൻ്റെ സിനിമ ആളുകൾ കാണാൻ കഴിയാത്ത സാഹചര്യത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ട് രഞ്ജിത്തിനെ പോലൊരു നിർമ്മാതാവ്. അതുപോലെ ഞാനീ പറഞ്ഞ പോലെ ഇടുക്കി ഗോൾഡ് പോലെയൊക്കെയുള്ള സിനിമകൾ എടുക്കാനുള്ള തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് കെട്ടാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടിനെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്നത് സന്തോഷ് ചിറ്റിക്കാനത്തിൻ്റെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന ഒരു ചെറുകഥയാണ്. അതിൽ ആ ചെറുകഥ വളരെ അട്രാക്റ്റ് ചെയ്തൊരു കഥയാണ്. കാരണം ഒരു ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഒരു SP റാങ്കിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഔദ്യോഗിക ജീവിതമെല്ലാം കഴിഞ്ഞ് തിരിച്ച് കേരളത്തിൽ വരുമ്പോൾ അയാൾ നേരെ മാതൃഭൂമിയുടെ ഓഫീസിൽ പോയിട്ട് ഒരു പരസ്യം ഇടാൻ വേണ്ടി പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇന്ന സ്കൂളിൽ പഠിച്ച എൻ്റെ കൂടെയുള്ള കൂട്ടുകാരിൽ ഇന്ന ആളിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ആശയം. അപ്പോൾ അതിൽ നിന്നൊരു സൗഹൃദത്തെക്കുറിച്ചുള്ള സിനിമയായിട്ടാണ് അതിനകത്ത് ഉള്ളത്. സന്തോഷ് ചിറ്റിക്കാരൻ തന്നെയാണ് കഥ. ശ്യാം പുഷ്കരനും ദിലീഷുമാണ് എഴുതിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പ് സോൾട്ട് ആൻഡ് പെപ്പർ, അഷികബു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടാത്തടിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. സന്തോഷ് ചിറ്റിക്കാരത്തിൻ്റെ നല്ല കഥയാണ്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ കാസ്റ്റിങ്ങിലൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടി അത് വലിയൊരു പരീക്ഷണമായിരുന്നു. കാരണം വളരെ കാലമായിട്ടില്ലാതിരുന്ന ആളുകളെയും മണിയമ്പിള്ളി രാജേട്ടൻ, വിജയരാഘവേട്ടൻ, ബാബു ആൻ്റണി, അങ്ങനെയുള്ള പ്രതാപ് പോത്തൻ, അങ്ങനെയുള്ളവരാണ് അതിൽ അഭിനയിച്ചത്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ നിർമ്മിക്കുമ്പോൾ ഉണ്ടായിരുന്നത് വെച്ചാൽ, അതിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നിങ്ങളിരിക്കുന്ന എല്ലാവർക്കും അറിയാം. നമ്മുടെ കലാലയ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ പോകുന്നുണ്ട്. അതുപോലെ സ്കൂളിലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്കൂളും എൻ്റെ കോളേജ് ജീവിതവും അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യം. ഇന്നും അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി വേറെയാണ്. അവർ കാണുമ്പം അവരെപ്പോഴും നമ്മളെ കാണുമ്പോൾ എത്ര സ്ഥലത്തായാലും ഒരു വലിയ സദസ്സിൽ അവർ നേരെ ഉണ്ടാ എന്നേ വിളിക്കുകയുള്ളൂ. അത് ആ ഒരു സ്നേഹം അത് ഒരിക്കലും അത് കാണിക്കുന്നതല്ല. അത്തരം സ്നേഹത്തിന് ഒരു പക്ഷേ വിജയിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ എടുത്തത്. ഭാഗ്യവശാൽ ആ സിനിമ ഓടുകയും കളക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിലൂടെ വന്നു. അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ശരിക്കും ആ സമയത്ത് ഭയങ്കര വിവാദമായ ഒരു സിനിമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കല എന്ന രീതിയിൽ മുരളി ഗോപി വരുന്നു, അരുൺകുമാർ അരവിന്ദ് വരുന്നു, അങ്ങനെ സിനിമ എടുക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ സിനിമ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പൊളിറ്റിക്കലി ഒന്നും അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കാരണം അത് ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ ആ സിനിമ മലബാർ ഏരിയയിൽ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ അതിന് പറ്റാത്ത അവസ്ഥയുണ്ടായി. അപ്പോൾ അത് തുടക്കത്തിലാണ് അത് ഉണ്ടായത്. പിന്നീട് അതിന് ശേഷം സൗത്ത് ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും വലിയ പ്രശ്നം ഉണ്ടായില്ലെങ്കിലും ആ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നഷ്ടം വന്നൊരു സിനിമയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ പിന്നീട് ചർച്ച ചെയ്യപ്പെടുന്നു, പിന്നീട് നല്ലതാണെന്ന് പറയുമ്പോൾ അതും ഒരു സന്തോഷം നൽകിയ ഒരു സിനിമയാണ്. ഏതാണ്ട് പുലിമുരുകൻ തൊട്ട് ഇങ്ങോട്ടേക്ക് ആണെന്ന് തോന്നുന്നു. 100 കോടി, 200 കോടി, 300 കോടി മലയാള സിനിമ കോടികളുടെ ക്ലബ്ബുകളെക്കുറിച്ചുള്ള ഡിസ്കഷനിലാണ് സത്യത്തിൽ ഇപ്പോഴുള്ളത്. ഈ വലിയ കരുതലോടുകൂടെ സാറ്റലൈറ്റ് തീരുമാനങ്ങൾ ഉണ്ടാവുന്നു. OTT പ്ലാറ്റ്ഫോമുകൾ വലിയ കരുതലോടുകൂടെ സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു. തിയേറ്ററിൽ നിന്ന് തന്നെ കളക്ഷനുകൾ ആവശ്യമായി വരുന്നു. സത്യത്തിൽ ഈ കോടികളൊക്കെ ഉള്ളതാണോ എന്ന തോന്നൽ ഇതൊക്കെ പുറത്തു നിന്ന് നോക്കിക്കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നുണ്ട്. ഒരറ്റത്ത് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇതിനിടയിൽ കുറേ കണക്കുകളുമായി പുറത്തേക്ക് വരുന്നു. ഈ കോടികളൊക്കെ ഉള്ളതാണോ എന്ന കൺഫ്യൂഷൻ ഒന്നുകൂടെ ഈ കണക്കുകൾ കാണുന്ന സമയത്ത് ഉണ്ടാവുന്നു. എന്തൊക്കെ സംഭവിച്ചാലും അതിന് ശേഷം ഈ കണക്കുകൾ പുറത്തു വന്നതിന് ശേഷം സിനിമയുടെ നിർമ്മാണത്തിലുള്ള എണ്ണക്കുറവ് സത്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പുതുതായി ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന ഒരു നിർമ്മാതാവിനെ
ഇവിടുത്തെ ലബ്ധപ്രതിഷ്ഠരായ, ഇവിടുത്തെ ഇൻഡസ്ട്രിയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഴയ നിർമ്മാതാക്കൾ സത്യത്തിൽ പേടിക്കുന്നുണ്ടോ എന്നൊരു തോന്നലും സത്യത്തിൽ ഈ കൺഫ്യൂഷനുകൾക്കിടയിലുണ്ട്. അങ്ങനെ ഒരു പേടി, പുതിയ ആളുകൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരേണ്ട എന്നൊരു തോന്നൽ പ്രൊഡ്യൂസർ അസോസിയേഷനുണ്ടോ? ഞാൻ ആദ്യമായിട്ട് തന്നെ പറയട്ടെ, ഈ സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10% താഴെ സക്സസ് റേഷ്യോ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. 10% കൂടി ഇല്ല. ആ സക്സസ് റേഷ്യോ വെച്ചിട്ട് മാത്രം ഓടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിനിമാ വ്യവസായം, സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ബാക്കി 90% സിനിമകളും ഓടുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ചില സിനിമകൾ ഇപ്പോൾ ഒരു വർഷത്തിലൊരു 4 സൂപ്പർ ഹിറ്റുകൾ കാണും. ഇപ്പോൾ ഈ വർഷം തന്നെ ഏറ്റവും വലിയ ഹിറ്റുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടരും എന്ന് പറയുന്ന ഒരു സിനിമയാണ്, ലോക എന്ന് പറയുന്ന ഒരു സിനിമയാണ്, പിന്നെ നമ്മൾ കാന്താര 2 ഒരു വലിയ ഹിറ്റാണ്. അപ്പോൾ ഇതാണ് ഒരു വലിയ ഹിറ്റ് എന്ന് പറയുന്ന സിനിമകൾ, ഒരു സൂപ്പർ ഹിറ്റ്, അല്ലെങ്കിൽ 100 കോടി 150 കോടിയുടെയൊക്കെ ഒരു കണക്ക് പറയേണ്ട ഒരു സിനിമ. ഇത് ഈ 150 കോടി എന്ന് പറയുന്നത് ഒരിക്കലും അതിൻ്റെ നിർമ്മാതാവിന് കിട്ടുന്ന ഒരു ഫിഗർ അല്ല, അതതിൻ്റെ ഗ്രോസാണ്. തിയേറ്ററിലേക്ക് ഓഡിയൻസ് കൊടുക്കുന്ന എമൗണ്ടാണ്. ഈ എമൗണ്ട് പോയിട്ട് ഇതിൻ്റെ സെസ് ആയിക്കോട്ടെ, ടാക്സ് ആയിക്കോട്ടെ, ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർക്ക്, ഇതൊരു പടം വിതരണം ചെയ്യുന്ന ഒരാൾക്ക് ഒരു എമൗണ്ട് കിട്ടും. അത് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ഒരാളാണെങ്കിൽ ഇത് പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് എത്തും. ഈ ഗ്രോസിൻ്റെ 1/3 ആക്ച്വലി പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത്, കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പം ഈ ഇൻകം ടാക്സുകാർ റെയ്ഡ് വരുമ്പോഴും ഈ ഗ്രോസിൻ്റെ കണക്ക് വെച്ചിട്ടാണ് അവർ ഈ റെയ്ഡിന് വരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ അടുപ്പിച്ചടുപ്പിച്ച് കുറച്ച് റെയ്ഡിന് വന്നുകൊണ്ടിട്ട് അവർക്കും മനസ്സിലായിട്ടുണ്ട് ഈ ഗ്രോസ് അല്ല ഈ പ്രൊഡ്യൂസർക്ക് കിട്ടുന്നതെന്നുള്ളത്. പിന്നെ നമ്മളിത് പബ്ലിസിറ്റി ആണല്ലോ, അപ്പോൾ ഏത് ഇൻഡസ്ട്രിക്കും പബ്ലിസിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു അഡ്വാൻസ് 50-ാം ദിവസത്തെ ഒരു സിനിമയുടെ പോസ്റ്റർ ഒട്ടിക്കുന്നത് പോയി കറക്റ്റ് 50 ദിവസം ആകുമ്പോഴല്ല, ഞങ്ങളത് ഒരു 35 ദിവസം ആകുമ്പോഴേ തന്നെയാണ് 50-ാമത്തെ ദിവസത്തെ പോസ്റ്റർ ഒട്ടിക്കുന്നത്. കാരണം ആ 2 ആഴ്ചക്കാലം ആളുകൾ പോകുമ്പോൾ ഈ പോസ്റ്റർ കാണുക എന്നുള്ളൊരു ഇതാണ്. ഇപ്പം എല്ലാ ദിവസവും പോസ്റ്റർ അടിക്കുന്നില്ല, ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് വെച്ചിട്ടാണ് പോസ്റ്ററുകളൊക്കെ അടിക്കുന്നത്. അപ്പം നേരത്തെ ഈ OTT കാലഘട്ടത്ത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ കൊറോണ സമയത്താണ്. അപ്പോൾ അന്നേരം എല്ലാവരും വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു. അപ്പോൾ അന്നേരമാണ് ഈ OTT പ്ലാറ്റ്ഫോമുകൾ കൂടുതലായിട്ട് വന്നത്. അപ്പം മറ്റ് സ്ഥലത്തെ ആളുകളെല്ലാം തന്നെ ഈ OTT വീട്ടിലിരുന്ന് സിനിമകൾ കാണാനായിട്ട് തുടങ്ങി. അപ്പോൾ അന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സാറ്റലൈറ്റും OTT എന്നൊക്കെ പറയുന്ന ഒറ്റ ഇതായിരുന്നു. അപ്പോൾ സാറ്റലൈറ്റിൽ തന്നെ ഉള്ള ഒരു കാര്യമായിരുന്നു ഈ OTTയും. പിന്നെ ഇത് 2ആയി. അപ്പം അന്ന് നിർമ്മിച്ച പ്രൊഡ്യൂസർമാർക്കെല്ലാം അതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ് കിട്ടിയിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള പ്രൊഡ്യൂസർമാർക്ക് വലിയ ബെനിഫിറ്റ് കിട്ടിയിരുന്നു. പിന്നീട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോവിഡ് കഴിഞ്ഞു, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ ഭയങ്കരമായിട്ട് ഹൈ ആയിട്ട് പോയി. അതനുസരിച്ച് ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും ഒക്കെ വലിയ എമൗണ്ട് വാങ്ങിച്ചുകൊണ്ടിട്ടിരുന്നു. ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, OTT പ്ലാറ്റ്ഫോമുകളിൽ സിനിമകൾ ഹിറ്റായ സിനിമകൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഈ ആർട്ടിസ്റ്റൊക്കെ ആ വാങ്ങിയ വലിയ റെമ്യൂണറേഷനിൽ നിൽക്കുവാണ്, ടെക്നീഷ്യൻസും വലിയ റെമ്യൂണറേഷനിൽ നിൽക്കുവാണ്. ബിസിനസ് സാധ്യത എന്ന് പറയുന്നത് കുറഞ്ഞു വന്നു. അപ്പോൾ തിയേറ്ററിൽ ഓടിയാൽ മാത്രം പ്ലാറ്റ്ഫോമുകൾ എടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പം നമ്മൾ ബിസിനസ്സും ഇതിൻ്റെ എക്സ്പെൻസും തമ്മിൽ ഭയങ്കര വ്യത്യാസം വരിക. അപ്പോൾ പല നിർമ്മാതാക്കൾക്കും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ നിരന്തരം ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് വന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ കൂടിയ ഒരു തീരുമാനത്തിലാണ് ഇതിൻ്റെ കണക്കുകളൊന്ന് പുറത്തു വിടണം. കാരണം ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നമ്മുടെ സീനിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സൊക്കെ എപ്പോഴും നിങ്ങൾക്കറിയാം ഈ ചാനലിൽ ഇരുന്നൊക്കെ പറയുന്നുണ്ട്, ഇതിൻ്റെ റെമ്യൂണറേഷൻ കൂടുതലാണ്, ടെക്നീഷ്യൻ കൂടുതലാണ്, പടം ഓടുന്നില്ല. ഇത് മനസ്സിലാക്കാതെയുള്ള റെമ്യൂണറേഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് കണക്കുകൾ പുറത്തു വിട്ടു തുടങ്ങിയത്. അപ്പോൾ കണക്കുകൾ പുറത്തു വിടുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഇവരൊക്കെ ഇത്രയും കോടികൾ പറഞ്ഞിട്ട് ഇത്രയാണല്ലോ വരുന്നത് എന്നുള്ളൊരു വാസ്തവം മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. ഇതിന് പലരും എതിരായിരുന്നു ആക്ച്വലി, ആർട്ടിസ്റ്റുകളായിക്കോട്ടെ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ. കാരണം വേറൊന്നുമല്ല, ഇപ്പം എന്നെ സംബന്ധിച്ച് തന്നെ ഇത് വിടുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ നിജസ്ഥിതി ഒന്ന് മനസ്സിലാക്കാനും ഇവരൊരു റേറ്റ് ഇറങ്ങി വരാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ആക്ച്വലി ഉദ്ദേശിച്ചത്. പക്ഷേ ഫലത്തിൽ അങ്ങനെ ഒരു വലുതായിട്ട് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. അല്ലാണ്ട് പുതിയ പ്രൊഡ്യൂസേഴ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇപ്പം ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വേറെ ആൾ പ്രൊഡ്യൂസ് ചെയ്യും, ആൾ പ്രൊഡ്യൂസ് ചെയ്യില്ല ഇനി ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് അതിൻ്റെ അകത്തെ വാസ്തവം. പക്ഷേ ഇവരൊക്കെ വലിയ പ്രതീക്ഷയോടെയാണ് വരുന്നത്.
ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ ഈ പലരും ഇങ്ങനെ ക്യാൻവാസ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഈ ഇൻഡസ്ട്രിയിൽ പൈസ സ്വന്തമായിട്ടുള്ളവരെന്ന് പറയുന്നത് ഒരു 5% ആൾക്കാരാണ്. ബാക്കി എല്ലാം അറേഞ്ച് ചെയ്തും അങ്ങനെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിട്ട് വരുന്നതും, ഇല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടാണ് ഇൻഡസ്ട്രി ഓടിക്കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, കൂടുതൽ പേര് പ്രോബ്ലത്തിലേക്ക് ആയിക്കൊണ്ടിട്ടിരിക്കുക. അതുകൊണ്ട് അതിൻ്റെ സത്യമാണ് നമ്മൾ വിളിച്ചു പറഞ്ഞത്, അല്ലാണ്ട് പുതിയ ആൾക്കാർ ഇതിൻ്റെ അകത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പം ഞാൻ തന്നെ എന്നോട് ഒരുപാട് പേര് പാർട്ട്ണർഷിപ്പിന് ഇത് ചോദിക്കുന്നുണ്ട്. ലിസ്റ്റിൻ കുറേ സക്സസ് റേഷ്യോ ഉള്ള ഒരു പ്രൊഡ്യൂസർ അല്ലേ, അപ്പോൾ ലിസ്റ്റിൻ്റെ കൂടെ പാർട്ട്ണർഷിപ്പ് കൂടി കഴിഞ്ഞാൽ പൈസ കിട്ടുമല്ലോ, അല്ലെങ്കിൽ ആ ഉദ്ദേശത്തിലൊക്കെ. ഞാൻ അങ്ങനെ 99% പാർട്ട്ണർഷിപ്പിൽ പടം ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നതല്ല സംഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം തന്നെ എൻ്റെ പല സിനിമകൾ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും 60 ദിവസം എന്ന് പറഞ്ഞ് ചാർട്ട് ചെയ്ത സിനിമകൾ 150 ദിവസത്തിൽ പോയാണ് അവസാനിച്ചിട്ടുള്ളത്. എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും മഴ പെയ്താൽ പ്രശ്നമാണ്, ആർട്ടിസ്റ്റിനൊരു അസുഖം വന്നാൽ പ്രശ്നമാണ്, സ്ട്രൈക്ക് വന്നാൽ പ്രശ്നമാണ്, എല്ലാം ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ നിജസ്ഥിതി മാത്രമാണ് ഞങ്ങൾ വെളിപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അല്ലേ രഞ്ജിതേട്ടാ? ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ലെസ്റ്റിൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം കൂടെ പൂരിപ്പിക്കുക. ഇപ്പോൾ എല്ലാവരും നമ്മൾ കാണുന്ന, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ ഇപ്പോൾ ഇന്നത്തെ വിഷയം തന്നെ പറയുമ്പോൾ അതിനകത്ത് ആകാശം പൊട്ട മലയാള സിനിമ എന്ന് പറയുമ്പോൾ സത്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു വേൾഡ് മുഴുവനുള്ള മാർക്കറ്റിലേക്ക് ഒരു ഭീകരമായ ഒരു അവസ്ഥ, ഈ ഓവർസീസ് എന്ന് പറയുന്ന റൈറ്റ്സിൻ്റെ ഏറ്റവും വലിയ വലിപ്പം ഉണ്ടാക്കിയത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണ്. ഞാൻ റിലീസിന് തൊട്ട് മുമ്പായിരുന്നു എമ്പുരാൻ. ശരിക്കും പറഞ്ഞാൽ എമ്പുരാൻ കഴിയുമ്പോഴാണ് ഈ നമ്മുടെയൊക്കെ സിനിമകൾ വരുന്നത്. ശരിക്കും എമ്പുരാനോട് കൂടിയാണ് എനിക്ക് തോന്നുന്നു ഈ വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ കളക്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടായത്. അതിനുശേഷം തുടരുമെന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിത് യാഥാർത്ഥ്യം പറയുകയാണ്. കാരണം വെച്ചാൽ ഇത് ഒരു മൈക്കിൽ ഒരു റെക്കോർഡറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ മുഴുവനും കൂടെ നമുക്ക് കിട്ടുന്ന ഷെയർ എന്ന് പറഞ്ഞത് വന്നിട്ടുള്ളത് 55 കോടി രൂപയാണ്. ഞാനിത് സത്യസന്ധമായിട്ട് പറയാണ്. 55 കോടി എന്ന് പറയുമ്പോൾ ഇൻറ്റു 3 ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലെ മാത്രമാണ്. അപ്പോൾ ഏകദേശം 150 മുകളിൽ കോടി രൂപയുടെ ഗ്രോസ് കളക്ഷനാണ്. ഇത് ഗ്രോസ് കളക്ഷനാണ് പറയുന്നത്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മളെക്കാൾ കൂടുതൽ കാശ് കിട്ടുന്നത് സർക്കാരിനാണ്. സർക്കാരിന് 2 തരത്തിലാണ്, GST പ്ലസ് ഇൻകം ടാക്സ്, അല്ലെങ്കിൽ എല്ലാം എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ഇതെല്ലാം ചേർത്ത് സർക്കാരിനാണ് ഏറ്റവും കൂടുതൽ കാശ്. അപ്പോൾ ഇത്രയും രൂപ കിട്ടുന്ന ഒരു സിനിമയെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ നെറ്റിൽ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ വ്യക്തമായി പറഞ്ഞാൽ ഇവിടെ ഇന്നിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ദൃശ്യം 3 160 കോടി രൂപയ്ക്ക് ഒരു കമ്പനി റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഇൻറ്റു 3 എന്ന് കൂട്ടിയാൽ എത്രയോ വലിപ്പത്തിലേക്ക് മലയാള സിനിമ പോയി എന്ന് പറയുന്നൊരു സത്യമാണ്. പക്ഷേ അതേ സമയത്ത് ഈ കേരളത്തിലെ കഴിഞ്ഞ വർഷം 10 കോടി രൂപ പ്രൊഡ്യൂസർക്ക് കിട്ടിയിട്ടുള്ള, 10 കോടിക്ക് മുകളിൽ കിട്ടിയിട്ടുള്ള സിനിമകളുടെ എണ്ണം 10 എണ്ണം മാത്രമാണ്. 200ഓളം സിനിമകൾക്ക് മുകളിൽ ഇവിടെ റിലീസ് ചെയ്യും. 248 സിനിമ ശരിക്കും പറഞ്ഞാൽ 2023 അവിടുന്ന് താണ് 229 സിനിമയെ കഴിഞ്ഞ വർഷം കുറഞ്ഞു. ഇപ്രാവശ്യം അത് 200-നും 200-നും ഇടയിൽ 210-നും ഇടയിലേക്ക് മാറുമെന്ന് തോന്നുന്നു. അപ്പോൾ സിനിമയുടെ എണ്ണം കുറയുന്നുണ്ട്, ക്വാളിറ്റിക്ക് വേണ്ടി ആളുകൾ. ഒരൊറ്റ കാര്യം നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. കാരണം തിയേറ്ററിൽ തന്നെയാണ് സിനിമ എന്ന് ഉള്ളത് തെളിയിച്ചിട്ടുള്ളത് കേരളത്തിലെ പ്രേക്ഷകരാണ്. കാരണം നിങ്ങൾ ഇന്ന് ക്വാളിറ്റിയെക്കുറിച്ച് ബോധവാന്മാരാണ്. അറ്റ്മോസ് വേണം, 4K വേണം, അല്ലെ എന്ത് റെസൊല്യൂഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് നല്ല സ്ക്രീനിങ്ങും നല്ല സ്ഥലവുമാണെങ്കിൽ മാത്രമേ ഇന്ന് കളക്ഷനുള്ളൂ. അതിൻ്റെ മെയിൻ കാരണം പ്രേക്ഷകരാണ്. അത്തരം ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ത്യയിൽ അഭിമാനത്തോടുകൂടി പറയാം, ഈ സിനിമ എന്ന് പറയുന്നത് HD ക്വാളിറ്റിയിലുള്ള ഈ സിനിമാസ് 100-ൽ താഴെയുള്ള ഇന്ത്യയിലുള്ള ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണ്. കാരണം ഏറ്റവും മികച്ച ക്വാളിറ്റിയിലുള്ള തിയേറ്ററുകളുള്ളത് കേരളത്തിൽ മാത്രമാണ്. ഇന്ന് ഈ കളക്ഷൻ്റെ ഒരു വലിയ പങ്ക് അത്തരം ഒരു സാങ്കേതിക വിദ്യയ്ക്കും കൂടിയുണ്ട്. അപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകളാണെങ്കിൽ കോടികൾ എന്ന് പറയുന്നത് വരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വരൂ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് OTT ബാക്കിയുള്ള റൈറ്റ്സ് എല്ലാം ആഫ്റ്റർ റിലീസായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ല സിനിമകൾ എടുക്കാൻ വേണ്ടി ഏത് നിർമ്മാതാവ് വന്നാലും പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഞാനും ഇരുന്നാണ്, അവിടെ ആരും ഒന്നും പറയില്ല. അതുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. ഒറ്റ ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ ഓഡിയൻസിലേക്ക് പോവാം.
വാൾട്ട് ഡിസ്നി മുമ്പ് പ്രൊഡക്ഷനെക്കുറിച്ച് പറഞ്ഞ രസമുള്ളൊരു കമൻ്റുണ്ട്. ഒരുപാട് പണം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷേ എനിക്കൊരുപാട് പണം കിട്ടണം, അത് കൂടുതൽ സിനിമ ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മലയാള സിനിമയ്ക്ക് ഇപ്പോൾ തിയേറ്ററിനെ കുറിച്ച് രഞ്ജിത്തേട്ടൻ പറഞ്ഞപ്പോഴാണ് പൂട്ടിപ്പോവേണ്ടിയിരുന്ന ഒരുപാടേറെ തിയേറ്ററുകൾ ഇപ്പോൾ കോഴിക്കോട് ഒക്കെ, ഇപ്പോൾ എൻ്റെ സമീപ പ്രദേശങ്ങളെടുത്താൽ കക്കട്ടിൽ, അജന്തയൊക്കെ പൂട്ടിപ്പോവേണ്ട തിയേറ്ററുകളായിരുന്നു. കുഞ്ഞു കുഞ്ഞു തിയേറ്ററുകൾ പലതും ഗംഭീര തിയേറ്ററുകളായി മാറി. മാജിക് ഫ്രെയിംസിൻ്റെ തിയേറ്ററുകൾ വരുന്നു. അതുപോലെ സിനിമ പഠിക്കാനുള്ള സ്കൂൾ ഒരറ്റത്ത് വരുന്നു. ഒരുപാടേറെ സിനിമകൾ മലയാളത്തിലേക്ക് വിതരണത്തിന് കൊണ്ടുവരുന്നു. ഇങ്ങേയറ്റത്ത് രജപുത്രയെ നാം എടുത്ത് പരിശോധിക്കുമ്പോഴും സിനിമാക്കാരും സീരിയലുകാരും തമ്മിലുള്ള സ്പർദ്ധ ചരിത്രപരമായി കൊണ്ടാടപ്പെട്ട സമയത്തും ഒരേ സമയം സീരിയൽ നിർമ്മിക്കുന്നു, സിനിമ നിർമ്മിക്കുന്നു. രജപുത്രയുടെ യൂണിറ്റ് സിനിമക്കകത്ത് വരുന്നു. നേരത്തെ കോവിഡിനെ ലിസ്റ്റിൻ സ്റ്റീഫൻ പരാമർശിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് രജപുത്രയിലുള്ളവർക്കെല്ലാം കോവിഡ് കാലത്ത് രജപുത്ര പണം കൊടുത്ത വാർത്ത പുറത്തേക്ക് വരുന്നു. അങ്ങനെ സിനിമക്കകത്ത് തന്നെ മുഴുവനായും ലൈഫ് ഇൻവെസ്റ്റ് ചെയ്ത രണ്ടുപേരാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റിൻ സ്റ്റീഫനും രഞ്ജിത്തും. അത്രമാത്രം സിനിമ തിരിച്ചു തന്നു എന്ന തോന്നലും സന്തോഷവുമുണ്ടോ ഇവിടെ ഇരിക്കുന്ന സമയത്ത്? രണ്ടുപേരോടുമാണ്. തീർച്ചയായിട്ടും 2010 ഞാൻ സിനിമയിലേക്ക് ആദ്യ സിനിമ നിർമ്മിച്ചുകൊണ്ടിട്ട് വരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് എന്തുണ്ടായിരുന്നു, ഇന്ന് എനിക്ക് എന്തുണ്ട് എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ആരായിരുന്നു, എവിടുന്ന് വന്നു, ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബോധ്യമുണ്ട്. ഇത്രയും കാലം ഞാൻ പ്രവർത്തിച്ചു സിനിമയിലാണ്. ഈ സിനിമ ഉള്ളത് കൊണ്ടിട്ടാണ് എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ ഭാഗ്യം, എൻ്റെ ലക്ക്, ഞാൻ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ വീട്ടുകാർ, അപ്പം ഇവരുടെ എല്ലാം പ്രാർത്ഥന, പിന്നെ എനിക്ക് പൈസ കടം തന്നവരുടെ പ്രാർത്ഥന, കാരണം ഇവന് കടം കൊടുത്തതൊക്കെ തിരിച്ചു കിട്ടണമെന്നുള്ള അവരുടെ പ്രാർത്ഥന. അപ്പോൾ അതൊക്കെയാണ് എന്നെ ഇപ്പോൾ ഇവിടെ എത്തിച്ചേക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ നടത്തുന്നത് ഉള്ളത് മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന കമ്പനിക്കാണ്. അത് അടുത്ത വർഷം ആകുമ്പോൾ അതൊരു 10-65-70 തിയേറ്ററുകളോളം നമ്മളത് സ്ക്രീനുകൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇപ്പോൾ സിഫ എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. അത് സിനിമയുടെ ഡയറക്ഷന് അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആളുകൾ, സ്ക്രിപ്റ്റ് റൈറ്റിങ്, ഡബ്ബിങ്, അപ്പം ഇങ്ങനത്തെ ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. ഇപ്പം സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം, ഒരു സിനിമേനെ സ്വപ്നം കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് എനിക്ക് തോന്നുന്നത് എറണാകുളത്തെ, അതായത് സിനിമ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്കൂളിൽ എന്ന് പറയുമ്പോൾ തന്നെ 200ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ ലോക ആയിക്കോട്ടെ അല്ലെങ്കിൽ കാന്താരി ആയിക്കോട്ടെ, ഇതൊക്കെ DTS മിക്സ് ചെയ്ത സ്റ്റുഡിയോ നമ്മുടെയാണ്. അപ്പം സിനിമയായിട്ട് ഫുള്ളായിട്ട് ഇൻവോൾവ്ഡ് ആയിട്ട്, ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, നമ്മൾ ഒരുപാട് പടങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് റിസ്ക്കുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഒത്തിരി പൈസ തരും. അപ്പോൾ ഒത്തിരി പൈസ തരുമ്പോൾ നമുക്ക് പല പല ഐഡിയാസൊക്കെ നമുക്ക് തോന്നും. ചിലപ്പോൾ ഐഡിയാസൊക്കെ കിട്ടി കഴിയുമ്പോൾ ആയിരിക്കും ചിലപ്പം ഈ റിസ്ക് എടുക്കുമ്പോൾ 2 പടം ഫ്ലോപ്പ് ആവുന്നു. അപ്പോൾ ഐഡിയാസ് ഒന്ന് കുറയും. അപ്പോൾ പിന്നെ ഒന്ന് ഡെവലപ്പായിട്ട് വേണം പിന്നെ വീണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെല്ലാം തന്നത് സിനിമയാണ്. അപ്പോൾ ഈ തരുമ്പോൾ നമുക്കൊരു ആഗ്രഹങ്ങളുണ്ടെങ്കിലാണ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ എന്നെ സംബന്ധിച്ച് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തി അതിൽ ഭയങ്കര ഭാഗ്യവാനാണ്. എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ലിസ്റ്റിനോട് പറയാം, കാരണം വെച്ചാൽ പലർക്കും അറിയാൻ മേലാത്തൊരു കാര്യമുണ്ട്. എൻ്റെ അമ്മയുടെ ബ്രദറാണ് ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ. നിങ്ങളെല്ലാം സെല്ലോട് സിനിമ കണ്ടിട്ടുണ്ടാവും. അതിൽ ശ്രീനിവാസൻ അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടറാണ് എൻ്റെ അമ്മാവൻ. എൻ്റെ അമ്മാവൻ ശരിക്കും പറഞ്ഞാൽ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് മെർലാൻഡ് സ്റ്റുഡിയോ, ഉദയ സ്റ്റുഡിയോ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഇവിടെ എറണാകുളത്ത് ആലുവയിൽ അജന്ത സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ കൂടി തുടങ്ങി. അന്ന് സിനിമ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്നിപ്പോൾ അത് ഇങ്ങനെ സ്റ്റുഡിയോ ഇല്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ അതിൻ്റെ അന്ന് സഹകരണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ഒരു സ്റ്റുഡിയോ ആയിരുന്നു. ആ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി അന്ന് എക്യുപ്മെൻസും കാര്യങ്ങളുമൊക്കെ വാങ്ങാനും കാര്യങ്ങളുമൊക്കെ ആയിട്ട് എൻ്റെ അമ്മാവൻ്റെ സ്ഥലവും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ ബാങ്ക് ചെയ്തൊക്കെ വെച്ചിട്ട് ആ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ മാറി. നിങ്ങൾക്കറിയാം, വലിയ വലിയ നല്ല സിനിമകൾ ആ സ്റ്റുഡിയോയിൽ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കാണുന്നത് എൻ്റെ അമ്മാവൻ്റെ സ്ഥലങ്ങളൊക്കെ ജപ്തി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ
പെട്ടെന്ന് എല്ലാം വിട്ട് ഒഴിഞ്ഞുകൂടിപ്പോയ എൻ്റെ അമ്മാവനെ ഞാൻ കാണുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഞാനിങ്ങനെ വളർന്നു വരുമ്പോഴൊക്കെ അമ്മാവൻ അന്നൊരു പ്രസ്സുണ്ട്, അത് DC ബുക്സിൻ്റെയൊക്കെ ബുക്കുകളൊക്കെ അടിക്കുന്ന അവിടെയായിരുന്നു. അപ്പോൾ അവിടെ ചേർത്തലയിലാണ് സ്ഥലം, അമ്മയുടെ സ്ഥലം അതാണ്. അപ്പോൾ അവിടെ വെച്ച് പലപ്പോഴും പല ആളുകളെയും വലിയ വലിയ ആൾ ശ്രീകുമാരൻ ബിസാറും അങ്ങനെയുള്ളവരൊക്കെ അവിടെ വരും. അപ്പോൾ ഈ വരുമ്പോഴൊക്കെ എന്നിലൊരു സിനിമ കുത്തി നിറച്ചതൊക്കെ എൻ്റെ അമ്മാവനാണ്. അപ്പോൾ ഒരു പരിധി വരെ അമ്മാവൻ ഇങ്ങനെ നിരന്തരം അമ്മാവൻ ഓരോ ബുക്കിലും പ്രിയപ്പെട്ട രഞ്ജിക്ക് എന്ന് പറഞ്ഞ് എഴുതി അവിടെ പ്രിൻ്റ് ചെയ്യുന്ന ബുക്കുകൾ തരും. അതുപോലെ അമ്മാവൻ 70 ബുക്കോളം എഴുതിയിട്ടുണ്ട്. ഇത്തരം ബുക്കുകളൊക്കെ വായിച്ച് ഒരു സിനിമയോടുള്ളൊരു അട്രാക്ഷൻ ഉണ്ടാക്കിയത് അമ്മാവനാണ്. ഒരു പക്ഷേ എൻ്റെ അമ്മാവൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഞാൻ തിരിച്ച് സിനിമയിൽ വരണമെന്ന്. അങ്ങനെ ഞാൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം എൻ്റെ അമ്മാവനാണ്. അതിനുശേഷം എൻ്റെ പരാജയ സമയത്ത് അമ്മാവൻ മരിച്ചുപോയി. അതിനുശേഷം ഒരു വളർച്ച കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്തരം വിഷമത്തിലൂടെ വന്ന ഒരാളായതുകൊണ്ട് സിനിമയുടെ ഇപ്പോഴത്തെ സന്തോഷം എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് ഫൈറ്റ് ചെയ്ത് ഈ ഒരു കാലഘട്ടം 35 വർഷം കൊണ്ടുപോകാൻ ദൈവം സഹായിച്ചു, പ്രേക്ഷകർ സഹായിച്ചു, നിങ്ങളെല്ലാവരും സഹായിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ തുടരുന്നത്. നിങ്ങളിലേക്കാണ് മൈക്ക്. വളരെ സന്തോഷം ഇവിടെ കാണാൻ പറ്റിയല്ലോ. രഞ്ജിത്തേട്ടൻ ഫസ്റ്റിൽ ഇവിടെ വന്നപ്പോൾ ചോദിച്ചു ഞങ്ങളുടെ സെഷന് ഇത്രത്തോളം ആളോ എന്ന്. നിങ്ങളില്ലെങ്കിൽ മലയാള സിനിമ ഇല്ലല്ലോ, ഞങ്ങൾക്ക് കാണാൻ നല്ല സിനിമകളില്ല. നിങ്ങൾക്ക് മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമയിലുള്ള പ്രാധാന്യമാണ് ഏറ്റവും ഫസ്റ്റ് എന്ന് ഞാൻ പറയുന്നു. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് നമ്മുടെ OTT പ്ലാറ്റ്ഫോമിലേക്ക് സിനിമ വന്നു, ഇപ്പം വിജയിച്ച സിനിമകൾ മാത്രം വരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു സംവിധാനത്തിലേക്ക് ഇത് ചുരുക്കപ്പെട്ടത് നിങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ. ഇപ്പോൾ പല സിനിമകളും ഈ കോവിഡ് കാലത്ത് കെട്ടിക്കിടന്ന പല സിനിമകളാണ് പിന്നീട് റിലീസായി സിനിമകളുടെ ഒരു തള്ളിച്ച ഉണ്ടായത്. പക്ഷേ ഈ ഒരു അടുത്ത സമയത്തായിട്ട് പുതിയ റിലീസുകൾ വളരെ കുറഞ്ഞു വരുന്നു. പിന്നെ തിയേറ്ററുകളിൽ പല സാധനങ്ങൾക്കും വില കൂട്ടി വാങ്ങുന്നു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ അടുത്ത കാലത്തായിട്ട് വന്നു. അപ്പോൾ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററുകളിലേക്ക് ആളെത്തുന്നത് കുറയാൻ സാധ്യത എന്ന് കോടതി വരെ ഇടപെട്ട് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായി. അടുത്തത് ഈ വലിയ വാല്യൂ ഉള്ള നടന്മാർക്ക് വലിയ സാമ്പത്തികം വരുന്നു. അതുകൊണ്ട് സിനിമകൾ നിർമ്മിക്കാൻ, കഥകൾ കേൾക്കാനൊക്കെ വരുമ്പോൾ ആ സിനിമ എടുക്കാൻ നിർമ്മാതാക്കൾ വരാൻ വൈമനസ്യം കാണിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നവും കൂടി. അപ്പോൾ എന്തുകൊണ്ട് പുതുമുഖങ്ങൾക്ക് ഒരുപാട് വിപ്ലവം മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സിനിമകളും പുതുമുഖങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ സിനിമയ്ക്ക് വരുന്ന എക്സ്പെൻസ് കുറയ്ക്കാനും സാധിക്കുന്ന നിലയിലേക്ക് നിർമ്മാതാക്കൾ പോകുന്നില്ല. അങ്ങനെ ഒരു 3 ചോദ്യങ്ങളുണ്ട്, അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും അങ്ങനെ ഒരു പ്രത്യേകതയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമ ചെയ്തപ്പം ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ഉള്ള കാര്യം OTT എന്ന് പറഞ്ഞത് എൻ്റെ ഈ തുടരും സിനിമ മാത്രമേ OTT വയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിനു മുമ്പ് 2 കൺട്രീസോ കൂടെയോ ഉള്ള സമയത്തൊന്നും OTT തുടങ്ങിയിട്ടില്ല. 2017 ശേഷം 18 കൂടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ OTTക്ക് വേണ്ടി എന്ന് പറഞ്ഞ സിനിമ നമ്മളങ്ങനെ എടുത്തിട്ടില്ല. കാരണം പ്രേക്ഷകർ കാണണമെന്നുള്ള ഒരവസ്ഥയിൽ തന്നെയാണ് സിനിമ എടുത്തത്. പിന്നെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചൂസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. പ്രേക്ഷകർ സിനിമകൾ നല്ല സിനിമകളാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പുതുമകളെ എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല പരീക്ഷണങ്ങൾക്കും നമ്മൾ തയ്യാറായിട്ടുണ്ട്, പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും പരീക്ഷണങ്ങൾക്ക് വേണ്ടി പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ള സിനിമകളൊക്കെ എടുക്കാൻ നമ്മൾ തയ്യാറുമാണ്. പക്ഷേ നമുക്കിഷ്ടപ്പെടുന്ന ഒരു കഥ എന്ന് പറയുന്നത് ഇന്ന് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട്. കാരണം അത് എന്ന് വെച്ചാൽ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന, എനിക്കല്ല, നിങ്ങളുടെ മനസ്സാണ് എൻ്റെയും. അതുകൊണ്ടാണ് നമ്മൾ സിനിമ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ പ്രേക്ഷകർ കാണുന്നൊരു സിനിമയിലേക്ക് എത്താൻ ഒന്നുകിൽ നല്ല കഥകളുണ്ടെങ്കിൽ ആദ്യം തന്നെ ആരെങ്കിലും കേട്ട് അത് തുടങ്ങാനുള്ള അവസരം പോകും. അല്ല എങ്കിൽ നല്ല സിനിമകൾ, നല്ല കഥകൾ വന്നാൽ ശരിക്കും ഇപ്പോൾ ഞാൻ തന്നെ പറയാം, സുരേഷ് കുമാർ നീലത്താമര എന്ന് പറഞ്ഞ പുതുമുഖങ്ങളെ വെച്ചിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടുക്കി ഗോൾഡ് ചെയ്യുമ്പോൾ അതിലൊരു വാല്യൂ ഉള്ള ആരുമില്ല. അതേസമയം നമ്മൾ ലെഫ്റ്റ് ചെയ്യുമ്പോഴും അതിനകത്ത് വാല്യൂ അന്നത്തെ സമയത്ത് ഉള്ളവരൊന്നും അല്ല. പക്ഷേ എപ്പോഴും റിസ്ക് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ വലിപ്പം പണ്ടത്തേക്കാൾ കൂടിപ്പോയി. ഇന്ന് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞതാണ് ഇന്ന് ഏറ്റവും വലിയ ഭീകരമായി നമ്മളെ ബാധിക്കുന്നൊരു കാര്യം. ടോട്ടലി എല്ലാ കാര്യങ്ങളുടെയും കോസ്റ്റ് കൂടിയിട്ടുണ്ട്. ഈ കോസ്റ്റിനനുസരിച്ചുള്ള വരുമാനം തിയേറ്റർ മാത്രമായി ചുരുങ്ങുകയും ചെയ്തു. അപ്പോൾ ഒരു ഭയം എന്ന് പറയുന്നത് എല്ലാവരിലും ഉണ്ടായിട്ടുണ്ട്. ആ ഭയം ഒരു സമയം കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കും. എല്ലാ റൈറ്റ്സും ഇപ്പം മ്യൂസിക് എന്ന് പറയുന്ന ഒരു സമയത്ത് വാല്യൂ ഇല്ലായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇന്ന് പാട്ടുകൾക്ക് വാല്യൂ ഉണ്ട്, പാട്ടുകൾക്ക് പൈസ കിട്ടുന്നുണ്ട്.
ഇപ്പോൾ സാറ്റലൈറ്റ് ആയിരുന്നു ഏറ്റവും വലിയ സമയം. ഒരു സമയത്ത് അന്ന് സാറ്റലൈറ്റ് റൈറ്റിന് വേണ്ടി മാത്രം സിനിമകൾ എടുത്തവരുണ്ട്, അതിൽ ടേബിൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയവരുണ്ട്. ഇന്ന് സാറ്റലൈറ്റ് ഇല്ല. OTT വേണ്ടി മാത്രം സിനിമ ഉണ്ടാക്കിയ കോവിഡ് സമയത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ OTT വിൽക്കാൻ പറ്റുന്നില്ല. ആഫ്റ്റർ റിലീസ് സിനിമകൾ നന്നായാൽ മാത്രമായി മാറി. അപ്പോൾ നമ്മൾ തന്നെ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത് തന്നെ തിരിച്ചു വരും. ഇപ്പോഴും ഞാൻ പറയുന്ന സിനിമ നിലനിൽക്കണമെങ്കിൽ എല്ലാത്തരം സിനിമകളും ഓടണം. അതിന് ഒരു പരിധി വരെ ഇപ്പോൾ ലിസ്റ്റിന് ഇപ്പോൾ പറയുന്നതിൽ സന്തോഷമുണ്ട്. 60 സ്ക്രീൻസ് ആവുന്നുണ്ട്. പുതുമുഖങ്ങളെ വെച്ച് 60 സ്ക്രീൻസിൽ പടം കളിക്കാൻ തയ്യാറാണെങ്കിൽ ഇവിടെ പലരും എടുക്കും. അല്ല, പുതിയ ആളുകളെ വെച്ചിട്ട് പലരും കഥകൾ പറയാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫുൾ റിസ്ക്കാണ്, 100% റിസ്ക്കാണ്. ഇപ്പോൾ ഈ ആർട്ടിസ്റ്റിൻ്റെ പുറകെ പോകുന്നതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മെഗാസ്റ്റാർ മുതൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു ആസിഫ് അലി വരെ അല്ലെങ്കിൽ അപ്കമിങ് ഒരു സ്റ്റാർ വരെ എന്ന് പറയുമ്പോൾ നമുക്കൊരു സേർട്ടൺ എമൗണ്ട് സാറ്റലൈറ്റിൽ നിന്ന് ഡിജിറ്റലിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ ഓവർസീസ് അങ്ങനെയൊക്കെ ഒരു വരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ പോയിട്ടൊരു 40% ആണ് ഇതിൻ്റെ അകത്ത് ഒരു റിസ്ക് ഉണ്ടായിരുന്നത്. ഞാനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു കുറച്ച് കാലഘട്ടം മുമ്പ് വരെ, ഇപ്പോൾ രഞ്ജിത്തേട്ടൻ ചെയ്ത സിനിമ വരെ ബിഫോർ റിലീസ് ഒരു ബിസിനസ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് മാറി. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് തിയേറ്ററിൽ സക്സസ് ആയിക്കഴിഞ്ഞാൽ മാത്രം എടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നപ്പോൾ പൂർണ്ണമായിട്ടും ഞങ്ങളൊക്കെ സിനിമ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനാൻഷ്യറുടെ കൂടെ പൈസ കടം എടുത്തിട്ടൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ആ സിനിമ റിലീസാകുന്നതിന് മുമ്പ് ഞങ്ങളത് സെറ്റിൽ ചെയ്യും. ഈ സെറ്റിൽ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് എന്തെങ്കിലുമൊക്കെ നടക്കും. OTTയുടെയും സാറ്റലൈറ്റിൻ്റെയൊക്കെ ബിസിനസ് കിട്ടുമ്പോൾ ഈ കിട്ടുന്ന പൈസ നമ്മൾ അവിടെ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് സിനിമയ്ക്ക് ഉള്ളിലുള്ളൊരു വേറൊരു ഷോർട്ട് കഥയാണ്. അപ്പോൾ ഇത് എത്രത്തോളം പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് കൺവേ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സിനിമ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഏത് സ്റ്റാറിനാണെങ്കിലും ബിസിനസ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നില്ല. അപ്പം സ്വന്തമായിട്ട് പൈസ ഫുൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ സിനിമ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പം സിനിമയുടെ ഒരു എക്സ്പെൻസും വളരെ ഹൈ ആയിപ്പോയി. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് വാങ്ങുന്ന എമൗണ്ട് എന്നൊക്കെ പറയുന്നത് 25 കോടി രൂപ, 20 കോടി രൂപ, 15 കോടി രൂപ ആർട്ടിസ്റ്റ്, പിന്നെ സബ് ആർട്ടിസ്റ്റുകൾ, ടെക്നീഷ്യൻസ് ഒക്കെ വലിയ എമൗണ്ടായി. അപ്പം ഈ ഒരുമാതിരിപ്പെട്ട ഒരു പ്രൊഡ്യൂസേഴ്സിനൊന്നും ഇപ്പോൾ പടം എടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് പുതിയ പ്രൊഡ്യൂസേഴ്സ് വന്ന് പടം എടുക്കുന്നത്. വലിയ വലിയ കമ്പനിയൊക്കെ ഇപ്പം നിങ്ങൾ റീസെൻ്റായിട്ട് നോക്കിയാൽ അറിയാം, വലിയ പുറത്തുനിന്നുള്ള കമ്പനീസൊക്കെ മലയാളത്തിലേക്ക് വന്നിട്ട് പടം എടുക്കുകയാണ്. കാരണം ഇവിടെ ഇപ്പം എന്നെ പോലെയുള്ള ഒരു നിർമ്മാതാവിന് പോലും, അതായത് രഞ്ജിത്തേട്ടനെ പോലും അല്ലേ, ഇപ്പം നമ്മളെപ്പോൾ അങ്ങനെ സിനിമ എടുക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇതും നമ്മളിപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷനൊക്കെ ഇങ്ങനെ വിട്ട് ഇവിടെ റിസ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേൾക്കാതെ പടം എടുക്കുന്നവരുടെ കാശ് പോട്ടെ എന്നൊക്കെ ഉള്ളൂ നമുക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമ എടുക്കാൻ വേണ്ടി വരുന്നവരോട് ഒരേ ഒരു അഡ്വൈസേ ഉള്ളൂ: കുടുംബത്തിൽ നിന്ന് സിനിമ പൊട്ടിപ്പോയാലും നിങ്ങളുടെ കുടുംബജീവിതത്തിന് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമാണ് സിനിമ നിർമ്മിക്കാവുള്ളൂ എന്ന് അടിവരയിട്ട് വീണ്ടും പറയുകയാണ്. കാരണം അതാണ് അനുഭവം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എടുക്കുന്നത് 100% റിസ്ക്കാണ് എന്നറിയാവുന്നതുകൊണ്ടിട്ട് തന്നെ എൻ്റെ വൈഫിൻ്റെ പാസ്പോർട്ട്, എൻ്റെ 2 കുട്ടികളാണ് എനിക്കുള്ളത്. അവരൂടെ ചേർത്ത് എല്ലാം UK സിറ്റിസണാണ്. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ UK സെറ്റിൽഡായിക്കണം. കാരണം എൻ്റെ ഗതി എങ്ങനെയാണ്, സത്യമായിട്ട് ഞാൻ നുണ പറയുന്നതല്ല. എൻ്റെ വൈഫിൻ്റെ എൻ്റെ പിള്ളേരുടെയും പാസ്പോർട്ട് അവർ UK സിറ്റിസണാണ്. ഞാൻ മാത്രമേ ഇന്ത്യൻ ആയിട്ടുള്ളൂ. ഞാനൊരു തീരുമാനം അറിയിച്ചിട്ടേ ഉള്ളൂ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു പോവുള്ളൂ. കാരണം എനിക്ക് അത്രയും റിസ്ക് എടുക്കണം. ഒരു ലിസ്റ്റിൻ എന്തെങ്കിലുമൊക്കെ ആയി തീരണം. ഇങ്ങനെ നടന്ന്, ഇങ്ങനെ ജനിച്ച്, ഇങ്ങനെ നടന്ന്, ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരുത്തൻ കണ്ടോ, അവൻ ആയത് കണ്ടോ. നമ്മൾ അമേരിക്കയിലുള്ള ഒരാളെ പറ്റി പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ നമ്മുടെ അയൽവക്കംകാരനൊക്കെ നമ്മളെപ്പറ്റി ഒന്ന് പറയട്ടെ, അവൻ നോക്കിയടാ ഇങ്ങനെയൊക്കെ നടന്നതാണ്, അവൻ കണ്ടോ എന്നൊക്കെ പറയണമെന്നോട് ഒരു വലിയ ആഗ്രഹക്കാരനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടിട്ട് അത് സിനിമയിൽ മാത്രമേ അത്ര എമൗണ്ടും കിട്ടുള്ളൂ. റിസ്ക് എടുത്താൽ കിട്ടുന്ന എമൗണ്ടും വലുതാണ്. ഇപ്പോൾ രഞ്ജിത്തേട്ടൻ റിസ്ക് എടുത്ത്, രഞ്ജിത്തേട്ടനെ നേരത്തെ ബാങ്കിൽ ലോൺ കിട്ടുന്നത് തപ്പി രഞ്ജിത്തേട്ടൻ നടക്കുമായിരുന്നു. ഇപ്പോൾ ഒരു രഞ്ജിത്തേട്ടൻ തപ്പി നടക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ എങ്ങനെയാണ് ഫിക്സഡ് ഡിപ്പോസിറ്റിന്. അപ്പോൾ ഇതൊക്കെ തരുന്നത് സിനിമയാണ്. അപ്പോൾ അതൊക്കെ ഇത് രണ്ടും സിനിമ തരും. ശ്രദ്ധിക്കണം, റിസ്ക്കാണ്. സിനിമ എടുത്തു കഴിഞ്ഞാൽ ഫാമിലിക്കൊന്നും സംഭവിക്കില്ല എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ സിനിമയിലേക്ക് വരാം. ഇവിടെ ഇഷ്ടംപോടി കഥയാണ്, കഥ തട്ടി നടക്കാൻ പറ്റുന്നില്ല. ലിജീഷിൻ്റെ തന്നെ ഉണ്ട് ഇഷ്ടംപോടി കഥ, ആർക്ക് വേണമെങ്കിലും കൊടുക്കും, നോ പ്രോബ്ലമാണ്. ഭയങ്കര രസമായി ഈ ഒരു സെഷൻ കടന്നുപോയി. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സമയപരിമിതി അനുവദിക്കാത്തതിൻ്റെ ദുഃഖം വ്യക്തിപരമായി എനിക്കുണ്ട്. മറ്റൊരു സമയം ഇവർക്കൊപ്പം ഇരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ആകാശം തൊടുന്ന മലയാള സിനിമ എന്ന ടൈറ്റിലാണ് ഇക്കഴിഞ്ഞ 1 മണിക്കൂർ നേരം നാം ഇരുന്നത്. അങ്ങേയറ്റം ഭൂമിയോട് തൊട്ട് നിൽക്കുന്ന 2 മനുഷ്യർ ഈ നിൽപ്പാണ് ആകാശം തൊടാൻ വേണ്ടത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ആ പാഠം നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ സെഷൻ അവസാനിക്കുന്നത്. കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മോടൊപ്പം ഇരുന്ന പ്രിയപ്പെട്ട എം രഞ്ജിത്തിനും ലിസ്റ്റിൻ സ്റ്റീഫനും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞ് നിർത്തുന്നു. താങ്ക് യു. നന്ദി.